ആദരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതി രഖിലം മധുരം മധുരാധിപതി രഖിലം മധുരം. ജയ ശ്രീ രാധേ രാധേ. ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ. സർവം കൃഷ്ണ അർപ്പണമസ്തു. സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ദാമോദര മാസമാണല്ലോ. ദാമോദര മാസത്തിൽ ഭഗവാന്റെ കാര്യങ്ങൾ ഒക്കെ കേൾക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഭാഗവതത്തിൽ ഭഗവാനെ ഒരുപാട് സ്തുതികളുണ്ട്. അതായത് ഭാഗവത കഥകളാണ്. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ തന്നെയാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഭാഗവതം വായിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്തി ജനിക്കും എന്നാണ് പറയുന്നത്. അതായത് ഭാഗവതം നമ്മളെ വായിക്കും തോറും ഭഗവാന്റെ കഥകളാണ്, അതിങ്ങനെ കീർത്തിക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം ഭക്തി കിട്ടുമോ അത്രമാത്രം ഭക്തി കിട്ടും ഭാഗവതം. അതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ബാക്കി വേദങ്ങൾ ക്രോഡീകരിച്ചു, ഉപനിഷത്തുകൾ എഴുതി, 17 പുരാണങ്ങളൊക്കെ രചിച്ചതിന് ശേഷം നമ്മുടെ വ്യാസ മഹാമുനി, അതും ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ മറ്റൊരു ഭാവം. അപ്പം ഭഗവാൻ അദ്ദേഹത്തിന് ഒരു തൃപ്തി വരുന്നില്ല. അപ്പോഴാണ് അദ്ദേഹം ഈ ഭാഗവതം രചിച്ചത്. അപ്പൊ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്തി ഉണ്ടാവും. ഭക്തി ഉണ്ടാവുമ്പോൾ ജ്ഞാന വൈരാഗ്യം ഉണ്ടാവും. ജ്ഞാന വൈരാഗ്യം ഉണ്ടാവുമ്പോൾ മുക്തി ഉണ്ടാവും. മുക്തി ഉണ്ടാവുമ്പോൾ നമ്മൾ മുക്തി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഭഗവാനിലേക്ക് അടുക്കുന്നത്. അപ്പോൾ ഭയങ്കര പ്രത്യേകതയാണ് ഭാഗവതത്തിന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹിന്ദുക്കൾക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഏത് ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ, ഏത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റും എന്ന് പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിട്ട് നടക്കുന്നവർക്കുള്ള, അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് പ്രാരാബ്ധങ്ങളൊക്കെ പേര് നടക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള പുസ്തകമാണ് ഭാഗവതം എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ പഞ്ചസാരനെ പറ്റിയിട്ട് സാധാരണ മനുഷ്യന് എന്തറിവാ വേണ്ടത്? പഞ്ചസാര നമ്മൾ വായിട്ട് നുണഞ്ഞാൽ നല്ല മധുരം വരും, അല്ലെ? മധുരം ഉണ്ട് അതിന്. അത് മധുരമുള്ള ഒരു വസ്തുവാണ്. അത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇട്ടാലും അപ്പൊ ആ മധുരം ആസ്വദിക്കുക എന്നുള്ള അറിവ് മാത്രമേ ഒരു സാധാരണക്കാരന് വേണ്ടൂ. അതേസമയം ഒരു കെമിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് പഞ്ചസാരയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആള് പറയും C12H22O11, കാർബൺ തന്മാത്ര ഇത്രയുണ്ട്, ഹൈഡ്രജൻ ഇതിൽ ഇത്രയുണ്ട്, ഓക്സിജൻ ഇതിൽ ഇത്ര എണ്ണം ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടി ഇങ്ങനെ ചേർന്നിട്ടാണ് ഈ പഞ്ചസാര ഉണ്ടാവുന്നത്. അപ്പൊ പഞ്ചസാര എന്ന് അപ്പൊ അതിന്റെ സൃഷ്ടി, അതിനെ കുറിച്ചുള്ള പരമമായ ജ്ഞാനമായിരിക്കും ഒരു കെമിസ്റ്റിന്റെ അടുത്തുണ്ടാവുക. അപ്പൊ നമുക്ക് ആ ജ്ഞാനത്തിന്റെ ആവശ്യമൊന്നും ഇല്ല. നമുക്ക് പഞ്ചസാര മധുരം ഉള്ളതാണ്, അത് വായിലിട്ടാൽ നുണഞ്ഞാൽ മധുരം ഉണ്ടാവും, അത് ആസ്വദിക്കാൻ. അതുപോലെയാണ് നമ്മുടെ വലിയ വലിയ ജ്ഞാനികള്, യോഗികള് വേദങ്ങള് ഉപനിഷത്തുകളൊക്കെ പഠിക്കണു. ബ്രഹ്മം എന്താണ്, ശ്രുതികൾ പറയണു. ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങള്. ശ്രുതികൾ പറയണ ആ ബ്രഹ്മത്തെ കുറിച്ച് അവർ പഠിക്കുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങള്, സംസ്കൃതമൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് പഠിച്ച് അവര് ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കണു. ചിലര് ഉപനിഷത്തുകൾ വായിച്ച് പരമാത്മാവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാത്ത സാധാരണക്കാരൻ പുരാണങ്ങൾ വായിച്ച് ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് ഇത് മൂന്നാളും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ. ഇത് മൂന്നും ഒരാളെ പറ്റിയാ പറയണം. ബ്രഹ്മം എന്ന് ശ്രുതികൾ പറയണത്, പരമാത്മാവെന്ന് സ്മൃതികൾ വിശേഷിപ്പിക്കുന്നത്, ഭഗവാൻ എന്ന് സാധാരണക്കാർക്ക് വേണ്ടി പുരാണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരാളെയാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഭാഗവതം പറയുന്നതിന് കാരണം 6 ഭഗങ്ങളും ചേർന്ന ആളാണ് ഭഗവാൻ. എന്താണ് 6 ഭഗങ്ങൾ? 6 എല്ലാ ഐശ്വര്യം, എല്ലാ സമ്പത്ത്, എല്ലാ വീര്യം, വീരശൂര പരാക്രമത്വം, എല്ലാ വീര്യം, എല്ലാ പ്രശസ്തിയും ഉണ്ട്. പിന്നെ ഈ വീരശൂര പരാക്രമം എന്ന് പറയുമ്പോൾ വീര്യത്തിൽ എല്ലാം വരും, അധികാരം എല്ലാം പെടും. ഇതിന്റെ കൂടെ ജ്ഞാനം, എല്ലാ അറിവ്, പിന്നെ ഇതെല്ലാത്തിന്റെയും പുറമേ ഉള്ളത് വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറയുമ്പോൾ വെറുപ്പ്, വിദ്വേഷം, മറ്റുള്ളവരോട് തമ്മിത്തെല്ലാം പോവുക, ആ വൈരാഗ്യമല്ല. ചേമ്പലയിൽ വെള്ളം നിൽക്കണ പോലെയുള്ള ഒരു മനോഭാവം, ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഭാവം. ഇതൊക്കെയുണ്ട്. പ്രശസ്തിയുണ്ട്, സൗന്ദര്യമുണ്ട്, സമ്പത്തുണ്ട്, അറിവുണ്ട്, കഴിവുണ്ട്, ആൾബലമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും
ഇതിലൊന്നും അറ്റാച്ച്ഡ് ആവാതെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ആമ നമ്മള് ശത്രുക്കളെ കാണുമ്പോൾ അതിന്റെ കൈയും കാലും ഒക്കെ അതിന്റെ തോടിനുള്ളിലേക്ക് വലിക്കില്ലേ, അതുപോലൊരു ഭാവം. ഇന്ദ്രിയങ്ങളെ ആവശ്യമില്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉൾവലിച്ചുകൊണ്ട് സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കാൻ പറ്റുന്ന ആ ഭാവം, അത് ഉള്ളവരെയാണ് നമ്മൾ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. ഈ 6 ഭഗങ്ങളും ചേർന്നാലേ ഭഗവാനായി മാറുകയുള്ളൂ. അതുകൊണ്ടാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാൻ കാരണം. അപ്പൊ എന്താണ് ഈ ഇന്ന് എന്തുകൊണ്ടാണ് ഭഗവാന്റെ സ്തുതികള് ഭഗവത്ഗീത ഈ പുട്ടിന്റെ ഇടയിൽ പീര, അതായത് പുട്ടിന്റെ ഇടയിൽ ഇടയ്ക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കൂലേ, അതുപോലെയാണ് ഭാഗവതത്തിൽ ഭഗവാന്റെ കഥകളുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് സ്തുതികളുണ്ട്. ശരിക്കും ഈ സ്തുതികളില് ശരിക്കും പറയണത് മുഴുവനും ഭഗവാന്റെ പരമാത്മ തത്വം എന്താണ്, ബ്രഹ്മം എന്താ, പരബ്രഹ്മം, ഈ അറിവാണ്. സാധാരണ ആളുകൾക്ക് ഈ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭഗവാനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല. അവർ പറയും എന്താ ഈ പറയണത്, അവർക്ക് ഭഗവാനെ അറിയാൻ സാധിക്കില്ല. അപ്പൊ അവർക്ക് കഥകളിലൂടെ തത്വങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഭഗവാനെ പിടുത്തം കിട്ടുള്ളൂ. എങ്ങനെയാണ് ഈശ്വരനിലേക്ക് എത്തുക, എങ്ങനെയാണ് ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടുക, എങ്ങനെയാണ് സമസൃഷ്ടി ഭാവനയോടുകൂടി ഈ ലോകത്തെ കാണാൻ സാധിക്കുക, അങ്ങനെയുള്ള അറിവ് അവർക്ക് നേടണം എന്നുണ്ടെങ്കിൽ, അജ്ഞത മാറി കാമം അടങ്ങി അവർക്ക് ഈശ്വരനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ സാധാരണക്കാരുടെ ഭാഷയിൽ കഥകൾ പറഞ്ഞു കൊടുക്കണതിന്റെ ഇടയിൽ കുറച്ചായിട്ട് അങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കയറ്റിക്കൊണ്ടിരിക്കുക. എന്ത് പരബ്രഹ്മം എന്താണ്, പരമാത്മ എന്താണ്, അങ്ങനെയുള്ള ആ ബ്രഹ്മത്തെ കുറിച്ചുള്ള അറിവും കൂടി ഇതിന്റെ ഇടയിൽ കുറച്ചായിട്ട് നമ്മൾ അവരറിയാതെ തന്നെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ സ്തുതികൾ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് അറിവുണ്ടാവും. അപ്പൊ ഭാഗവതം എന്ന് പറയുന്ന ജ്ഞാനയോഗവുമാണ് ഭക്തിയോഗവുമാണ്. അതായത് ഭക്തിയോഗത്തില് നമ്മൾ ജ്ഞാനവും നേടിയെടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പറയും എനിക്കിതൊന്നും മനസ്സിലാവില്ല, നീ ഒന്നും പറയണ എനിക്ക് മനസ്സിലാവില്ല എന്ന് പറയും. ഈ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയണവർ പോലും ഈ കഥകൾ അങ്ങോട്ട് വായിച്ച്, ഈ സ്തുതികളൊക്കെ അങ്ങോട്ട് വായിച്ചു കഴിയുമ്പോൾ അവരറിയാതെ തന്നെ അവർക്ക് എല്ലാ അറിവുകളും ഭഗവാൻ അങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അപ്പൊ അതാണ് ഈ ഭാഗവതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്പൊ ഭാഗവതത്തിലെ സ്തുതികൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് ഭക്തി കിട്ടും. അതോടൊപ്പം തന്നെ അതായത് നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ലക്ഷ്യങ്ങളും നമുക്ക് നേടാൻ സാധിക്കും. അതുപോലെ ഭൗതികപരമായ ലക്ഷ്യങ്ങളും നമുക്ക് നേടാൻ സാധിക്കും. അതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത. അതായത് ഏറ്റവും ഉത്കൃഷ്ടമായ ഭക്തി എന്ന് പറയുന്നത് ആരുടെ ഭക്തിയാണ്? ഗോപന്മാരുടെ ഭക്തിയാണ് അല്ലെ. അവരവരുടെ എല്ലാ ജോലികളും ചെയ്യണു, അവര് കാലികളെ മേയ്ക്കണു, പശുവിനെ കറക്കണു, ചാണകം വാരണു, തൊഴുത്ത് വൃത്തിയാക്കണു, വീട്ടിൽ അച്ഛനെയും അമ്മേനെയും മക്കളെയും നോക്കണു, എല്ലാം ചെയ്തുകൊണ്ടും അവരുടെ മനസ്സും അവരുടെ ബുദ്ധിയും അവരുടെ ആത്മാവും ഭഗവാനിൽ അങ്ങനെ നിക്ഷിപ്താക്കി അല്ലെ. ആ ഭക്തിയാണ് ഭഗവാൻ പറയുന്നത് ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ഭക്തി എന്ന് പറയുന്നത്, മാധുര്യ ഭക്തി എന്ന് പറയുന്നത്. അവർക്കൊന്നും അറിയില്ല. അവർ ഈ പഞ്ചസാര രുചിച്ച് ആസ്വദിക്കുന്ന പോലെ ഭഗവാനെ കുറിച്ചുള്ള ഭഗവാനെ മാത്രമാണ് അവർ സ്നേഹിക്കുന്നത്. ഭഗവാനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്നാലും ഭഗവാന്റെ ആ ഒരു ഭഗവാൻ പരമാത്മാവാണ്, ഭഗവാൻ ഇങ്ങനെ അവതാരം എടുത്തിട്ടുണ്ട്, ഭഗവാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഭഗവാൻ ഇങ്ങനെ അറിവുണ്ട്, ഭഗവാൻ ഇങ്ങനെ കഴിവുണ്ട്, ഒന്നും അറിയില്ല. ഭഗവാൻ നമ്മുടെ ഓടക്കുഴലൊക്കെ വായിച്ച് അവരെ കഷ്ടഗതകളിൽ നിന്ന് രക്ഷിക്കണം, അവർക്ക് സന്തോഷം നൽകണം, അവരുടെ സ്വന്തം ആളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭാവം, ആ ഭാവമാണ് നമുക്ക് വേണ്ടത്. ആ ഭാവത്താനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അത് നിഷ്കാമമായിട്ടുള്ള നിർമ്മലായിട്ടുള്ള ആ ഭക്തിയാണ്. അപ്പോ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് 4 തരത്തിലുള്ള ആൾക്കാരാണ് എന്നെ പ്രകീർത്തിക്കുന്നത് അല്ലെങ്കിൽ എന്നെ തേടി വരുന്നത്. ഭഗവാനിലേക്ക് എത്തുന്നത് 4 തരത്തിലുള്ള ആൾക്കാരാണ്. ഒന്നാമത്തെ കൂട്ടുകാർക്ക് എന്ന് പറഞ്ഞാൽ ആർത്തരാണ്, അവർ ദുഃഖിതരാണ്, അവർ എന്തെങ്കിലും ദുഃഖങ്ങൾ വരുമ്പോൾ മാത്രം ഭഗവാനെ തേടിപ്പോവും. രണ്ടാമത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ധനമോഹികളാണ്, സമ്പത്തിന് വേണ്ടിയിട്ട് എനിക്ക് അത് താ കൃഷ്ണ, എനിക്ക് ഇത് വേണം, എനിക്ക് വീട് വേണം, എനിക്ക് സമ്പത്ത് വേണം, എനിക്ക് കാറ് വേണം, എനിക്ക് ജോലി വേണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട്. അപ്പൊ ആദ്യ ആൾക്കാര് ആർത്തന്മാര്, ദുഃഖന്മാര്, രോഗങ്ങൾ വരുമ്പോ എന്തെങ്കിലും ദുഃഖങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ഭഗവാനെ ആശ്രയിക്കുന്നവര്. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും സമ്പത്ത്, അവർക്ക് എന്തെങ്കിലും അവരുടെ അതിനുവേണ്ടി സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഭഗവാനെ ഭഗവാൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവര്. ഇനി മൂന്നാമത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ ജിജ്ഞാസുക്കളാണ്. ജിജ്ഞാസുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ധവരെ പോലെയാണ്. ഉദ്ധവരെ പോലെ അറിയാൻ ആഗ്രഹമാണ്. അതെന്തുകൊണ്ടാ കൃഷ്ണ ഇങ്ങനെ, അതെങ്ങനെയാ കൃഷ്ണ അങ്ങനെ. അപ്പൊ അവസാനം ഭഗവാൻ സ്വർഗാരോഹണത്തിന് പോകുന്നതിന് മുമ്പ് ഉദ്ധവര് ആധ്യാത്മികമായിട്ടുള്ള പല കാര്യങ്ങളും ജിജ്ഞാസുവിനെ പോലെ ഭഗവാന്റെ അടുത്തിരുന്ന് നേടിയെടുക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ജിജ്ഞാസുക്കൾ എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ചിട്ട് അറിവ് നേടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നടക്കുന്നവർ. എന്താണ് ആ കഥയുടെ പിന്നിലുള്ള കാര്യം, എന്താ ഭഗവാൻ അങ്ങനെ ചെയ്തത്, എന്താ
ജിജ്ഞാസുക്കളായിട്ടുള്ള ആൾക്കാർ, അതായത് അറിവുകൾ നേടാൻ വേണ്ടിയിട്ട് ഭഗവാനെ കുറിച്ചിട്ട് ഒക്കെയുള്ള അറിവ് നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കണ പായണ ആൾക്കാര് ജിജ്ഞാസുക്കൾ. ഉദ്ധവരാണ് അതിനൊരു എക്സാമ്പിൾ. പിന്നെ നാലാമത്തെ കൂട്ടരാണ് ജ്ഞാനികൾ. ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ ആ സമദൃഷ്ടി ഭാവം വന്നു കഴിഞ്ഞു, അറിവ് നേടിക്കഴിഞ്ഞു, ഭഗവാൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞു, ഒന്നിനും വേണ്ടിയല്ലാതെ ആത്മസമർപ്പണത്തോടുകൂടി ഭഗവാനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഭഗവാനെ പ്രകീർത്തിക്കുക, ഭഗവാനെ കീർത്തിക്കുക, അങ്ങനെ ചെയ്യണം. പ്രഹ്ലാദനെ പോലുള്ള ആൾക്കാർ. അങ്ങനെ 4 ടൈപ്പ് ആളുകളാണ് എപ്പോഴും ഭഗവാനെ എപ്പോഴും വിളിക്കുന്നത്. അങ്ങനെയുള്ള ആ 4 കൂട്ടരിൽ വെച്ചിട്ട് ഭഗവാൻ ഏറ്റവും ഇഷ്ടം ആരെയാണ്? പ്രഹ്ലാദനെ പോലുള്ള ആളുകളെയാണ് ഭഗവാൻ ഇഷ്ടം. ജ്ഞാനികളെ, താൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകളെ, അവരെയാണ് ഭഗവാനോട് അടുത്ത് നിൽക്കുന്നവരും ഭഗവാൻ അടുത്ത് നിൽക്കുന്നതും. അങ്ങനെ ഭഗവാൻ ആരോട് പാർഷ്യാലിറ്റി ഇല്ല. പക്ഷെ ഭഗവാൻ അടുത്ത് നിൽക്കുന്നത് ഇതുപോലുള്ള ജ്ഞാനികളെ, ഭഗവാനെ കുറിച്ചുള്ള അറിവ് നേടിയിട്ടുള്ള അങ്ങനെയുള്ള ജ്ഞാനികളായ ആളുകളോടാണ് ഭഗവാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇങ്ങനെയുള്ള സ്തുതികള് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ഭാഗവതത്തിലെ സ്തുതികള് വായിക്കുന്നതിലൂടെ നമ്മള് ജ്ഞാനയോഗവും നേടും, നമ്മള് ഭക്തിയോഗവും നേടും. അപ്പോ ഈ സ്തുതികള് ഞാൻ പറഞ്ഞല്ലോ, ഭൗതികപരമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളും അതുകൂടെ സാധിക്കും. നമ്മൾ അറിയാതെ തന്നെ പല ആഗ്രഹങ്ങളും സാധിക്കും. അതായത് ഈ സ്തുതികൾ ചൊല്ലുമ്പോൾ, ഭഗവാനെ പ്രകീർത്തിക്കുന്ന ഈ സ്തുതികൾ ചൊല്ലുമ്പോൾ ഓരോ സ്തുതിക്കും ഓരോ ഫലമാണുള്ളത്. ഇപ്പോ മരുന്ന് കഴിക്കണം. എന്തിനു മരുന്ന് കഴിക്കണം? ഈ രോഗം മാറാൻ ഈ മരുന്ന് കഴിക്കണം എന്ന് പറയും. അപ്പൊ ഈ മരുന്നിന് ഫലം ഉണ്ടെന്ന് അറിഞ്ഞാലേ ചിലര് മരുന്ന് കഴിക്കുള്ളൂ അല്ലെ, അല്ലെങ്കിൽ ചില ആളുകൾ മരുന്ന് കഴിക്കില്ല. അപ്പൊ നിങ്ങളിൽ തന്നെ പല ആളുകളുണ്ട്, ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക സ്വസ്തിക, എങ്കിൽ ചെയ്യാം എന്നുള്ള മനസ്ഥിതിയോടുകൂടി. അതായത് ഈ പുരാണം വായിച്ചു കഴിഞ്ഞാല്, ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞാല്, ഇന്ന വ്രതം എടുത്തു കഴിഞ്ഞാല് എനിക്ക് ഇന്നത് കിട്ടുമോ, അങ്ങനെ ഫലം കാക്ഷിച്ചുകൊണ്ട് പോലും പ്രവർത്തിക്കുന്ന അല്ലെ ഭഗവാനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ചിലർക്ക് അങ്ങനെയാണ്, മരുന്ന് കഴിക്കണം, മരുന്ന് കഴിച്ചാൽ എന്താ ഈ അസുഖം മാറും ഈ മരുന്ന് കഴിച്ച. അപ്പൊ അതിന് ഫലസിദ്ധി ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം ആരെങ്കിലും പറയും, നീ ഈ മരുന്ന് കഴിച്ചോക്കേ, ഈ രോഗം എന്തായാലും മാറും എന്ന് ആരെങ്കിലും പറയുമ്പോ ഈ ഫലം കിട്ടുന്ന ഉറപ്പുള്ളവരുണ്ടെങ്കിൽ മാത്രമേ ചിലർ ആ മരുന്ന് സേവിക്കുള്ളൂ. അതുപോലെ ഭാഗവതത്തിലെ ഈ ഭഗവത് സ്തുതികള് സേവിക്കുന്നവർക്ക് പല ഫലങ്ങളും കിട്ടും എന്നാണ് പറയുന്നത്. ആ ഫലങ്ങൾ തീർച്ചയായിട്ടും കിട്ടുന്നുള്ളതിന് 101% ഉറപ്പാണ് ഭാഗവതത്തിലെ സ്തുതികള്. അപ്പൊ ചില ആളുകൾക്ക്, ചിലർ പറയും വേണ്ട, ഫലമൊന്നും വേണ്ട സ്വസ്തിക, ഞങ്ങൾക്ക് അതിന്റെ അറിവ് മാത്രം മതി എന്ന് പറയും. ചിലർ പറയും സ്വസ്തിക എനിക്ക് സന്താന സൗഭാഗ്യം വേണം, ഞാൻ എന്താ ചെയ്യേണ്ട? അപ്പൊ ഞാൻ പറയും നിങ്ങള് ഇതിലെ സ്തുതി വായിക്കും, ഭാഗവതത്തിലെ സ്തുതി ദിവസവും ചൊല്ലും, മുടങ്ങാതെ 108 ദിവസം ചൊല്ലൂ എന്ന് പറയുമ്പോ അങ്ങനെ അത് വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി ചൊല്ലുന്നവർക്ക് അതിന്റെ ഫലം കിട്ടും. അപ്പൊ ചിലർ ഫലം കാക്ഷിച്ചുകൊണ്ട് ഭാഗവതത്തിലെ സ്തുതികൾ ചൊല്ലും. അപ്പൊ ഇത് കുന്തി സ്തുതി എന്ന് പറയുന്നതിന് ഫലമുണ്ട്. ശരിക്കും ഫലം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഭഗവാൻ പറയുന്നത് നിഷ്കാമായിട്ട് നമ്മൾ കർമ്മം ചെയ്യണം എന്നാണ്. അങ്ങനെ കർമ്മം ചെയ്യണവരെയാണ് ഭഗവാൻ ഇഷ്ടം. എന്നാലും ഞാൻ പറഞ്ഞു തരാം, ഈ കുന്തി സ്തുതിക്ക് ഒരു ഫലമുണ്ട്. സന്താനങ്ങൾക്ക് ഐശ്വര്യവും ആയുസ്സും ഉണ്ടാകാനും സമസൃഷ്ട സ്നേഹം, അതായത് എല്ലാവരോടും, അതായത് ദുഃഖം വന്നാലും സുഖം വന്നാലും ഒരേപോലെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടും. ഈ കുന്തി സ്തുതി നമ്മൾ ഭക്തിപൂർവ്വം വായിച്ച് മനസ്സിലാക്കി പഠിച്ച് ഭാഗവതം മനസ്സിലാക്കി കുന്തി സ്തുതി വായിച്ച് ഭഗവാനെ സമർപ്പിക്കുന്നവർക്ക് ഇങ്ങനെ സന്താനങ്ങൾക്ക് ഐശ്വര്യം ആയുസ്സും ഉണ്ടാവും. അതുപോലെ സമസൃഷ്ടി സ്നേഹം ആ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ് അത് അനുദിനം വർദ്ധിക്കും എന്നാണ്. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സുഖം വന്നാലും ദുഃഖം വന്നാലും നമുക്ക് ഒരുപോലെ സ്വീകരിക്കാനുള്ള ആ മെന്റാലിറ്റി നമുക്ക് കിട്ടും എന്നാ പറയുന്നത്. അതാണ് കുന്തി സ്തുതി. അപ്പൊ എന്താ കുന്തി സ്തുതി എന്താണ് അത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുന്തി സ്തുതി, കുന്തി ദേവി പഞ്ചപാണ്ഡവരുടെ അമ്മ. അപ്പോ പഞ്ചപാണ്ഡവരുടെ അമ്മ എന്തിനാണ് ഭഗവാനെ സ്തുതിച്ചത്? ഈ കുന്തി സ്തുതി നമ്മുടെ ഭാഗവതത്തിൽ 1-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തില് 18 മുതൽ 43 വരെയുള്ള 26 ശ്ലോകങ്ങളാണ്. അപ്പൊ 26 ശ്ലോകങ്ങളാണ് ഉള്ളത്. അപ്പൊ ആ 26 ശ്ലോകങ്ങൾക്കും വളരെ വളരെ മഹത്വമുണ്ട്. എല്ലാ അറിവാണ്, ഭഗവാനെ കുറിച്ചുള്ള അറിവാണ് കുന്തി ദേവി പറയുന്നത്. അപ്പോ കുന്തി ദേവി എന്തിനാണ് ഭഗവാനെ സ്തുതിക്കുന്നത് ആ സാഹചര്യമാണ് പറയാൻ പോണത്. കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചു. യുധിഷ്ഠിരനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അപ്പോ കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചപ്പോ ഏറ്റവും പകയായിട്ട് നടക്കുന്ന ആളാണ് അശ്വത്ഥാമാവ്. അദ്ദേഹത്തിന്റെ അച്ഛനായ ദ്രോണരെ വധിച്ചതിന്റെ പകയായിട്ട് ഉറക്കില്ലാതെ നടക്കാണ് അശ്വത്ഥാമാവ്. അന്ന് യുദ്ധം അവസാനിച്ചതിന്റെ രാത്രിയില് എല്ലാവരും തളർന്നുറങ്ങുമ്പോ ദ്രൗപദിയോടാണ് ഏറ്റവും ദേഷ്യം അശ്വത്ഥാമാവിന്. ദ്രൗപദി കാരണമാണല്ലോ ഇത്ര യുദ്ധമൊക്കെ ഉണ്ടായത്. ദ്രൗപദിക്ക് ആ പക, ആ എന്താ പറയാ, തന്നെ ആ സഭയില് വലിച്ചഴച്ച് അപമാനിച്ച ആ പക, അതായത് അതങ്ങോട്ട് കലി അടങ്ങണില്ല. അതുകൊണ്ട് 5 ഭർത്താക്കന്മാരോടും പറഞ്ഞത്
എല്ലാത്തിനെയും തമർത്തിയേക്കെന്ന് പറഞ്ഞു. കൃഷ്ണനും സഹിക്കാൻ പറ്റിയില്ല തന്റെ സഖിയുടെ കരച്ചില്. പക്ഷെ എന്താ പറയാ, കൃഷ്ണൻ എന്താ അധർമ്മികളെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പാണ്ഡവരെ തന്റെ ആയുധമായിട്ട് യൂസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ദ്രൗപദിയും കുട്ടികളൊക്കെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ ആ കുടീരത്തിന്റെ ദ്രൗപദിക്ക് 5 മക്കളുണ്ട്. 5 പാണ്ഡവരിൽ 5 മക്കളുണ്ട്. അവർക്കൊന്നും പറ്റിയില്ല. അവരൊക്കെ രക്ഷപ്പെട്ടു യുദ്ധത്തിന്റെ അവസാനം. ദ്രൗപദിയുടെ അച്ഛനും സഹോദരനും ഈ 5 മക്കളും കൂടെ ഒരു കുടീരത്തിൽ കിടന്നുറക്കുന്ന ആ കുടീരത്തിന്റെ അകത്ത് അശ്വത്ഥമാവ് കേറിയിട്ട് ദ്രൗപദിയുടെ അച്ഛനെ സഹോദരനെ ഈ 5 മക്കളെയും തലയർത്ത് വധിക്കുകയാണ് ചെയ്യുന്നത് ആ രാത്രിയിൽ. പിറ്റേ ദിവസം അങ്ങനെ വിജയത്തിലെ സന്തോഷത്തില് തളർന്ന് കിടന്നുറങ്ങുന്ന പാണ്ഡവർക്ക് ആർക്കും രക്ഷിക്കാൻ പറ്റിയില്ല. എല്ലാവരും നല്ല ക്ഷീണത്തിൽ ഉറക്കത്തിലായിരുന്നു. ആ ഉറക്കത്തിലാണ് അശ്വത്ഥമാവ് ഈ അധർമ്മം പ്രവർത്തിച്ചത്. പിറ്റേ ദിവസം രാവിലെ ആണ് എല്ലാവരും അറിയുന്നത് ദ്രൗപദിയുടെ കുട്ടികൾ മരിച്ചു, ദ്രൗപദിയുടെ അച്ഛൻ മരിച്ചു, പാഞ്ചാലിക്ക് ആരും ഇല്ലാണ്ടായി. മീൻസ് എല്ലാവരും നഷ്ടപ്പെട്ടു ദ്രൗപദിക്ക്. അപ്പൊ വിജയം കിട്ടിയിട്ട് ഒരു കാര്യമില്ലാണ്ടായി മാറി. അത് അനുഭവിക്കാൻ ആ പാണ്ഡവ കുലം അങ്ങോട്ട് ലീനേജ് സൂക്ഷിക്കാനുള്ള ആളുകൾ പോലും ഇല്ലാണ്ടായി. സർവനാശമായി, ഫുള്ള് നാശമായി. ജയിച്ചു എന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി. അതാണ് യുദ്ധം. എല്ലാ യുദ്ധങ്ങളുടെയും ഫലം അതാണ്. ആർക്കും സത്യം പറഞ്ഞാൽ യുദ്ധം കൊണ്ട് ഇപ്പൊ യുദ്ധം എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലാവണമെന്നില്ല കേട്ടോ. 2 സഹോദരന്മാർ തമ്മിലുള്ള യുദ്ധം ആയിക്കോട്ടെ, അവർ തമ്മിലുള്ള കലഹം ആയിക്കോട്ടെ, അത് സർവനാശമായിരിക്കും. അത് അവർക്കും അവരുടെ കുടുംബത്തിനും എല്ലാം സർവനാശമേ അതുകൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ വെറുപ്പ് വിദ്വേഷമില്ലാതെ നമ്മൾ ജീവിക്കണം, നമ്മുടെ കാമക്രോധ മോഹലോഭങ്ങളെയൊക്കെ അടക്കി നമ്മൾ ജീവിക്കണം എന്ന് ഭഗവാൻ നമുക്ക് ഭഗവത്ഗീതയിലൂടെ അങ്ങനെ പറഞ്ഞു തരണതിന്റെ കാരണം അതാണ്. നമ്മുടെ അത്യാഗ്രഹം, നമ്മുടെ കാമം, നമ്മുടെ ഇതുപോലുള്ള ദേഷ്യം, ഈ 3 കാര്യങ്ങളാണ് നമ്മളെ സർവനാശത്തിലേക്ക് നയിക്കുന്നത്. അപ്പോ വേണമെങ്കിൽ ദ്രൗപദിക്ക് മാപ്പ് കൊടുത്തിട്ട് കാട്ടില് എന്താ പറയാ പഞ്ചപാണ്ഡവരെയും കൊണ്ട് തന്റെ മക്കളെയും കൊണ്ട് സുഖമായിട്ട് ജീവിക്കായിരുന്നു. കുറച്ചു നാൾ കഴിയുമ്പോ എങ്ങനെയെങ്കിലും ഭഗവാൻ അധർമ്മികൾക്ക് നാശം ഉണ്ടാക്കും അങ്ങനെ വിചാരിച്ച് പോയിരുന്നെങ്കിൽ കുട്ടികളെ കിട്ടുമായിരുന്നു. പക്ഷെ അവിടെ അത് അങ്ങനെ നടക്കൂല. കാരണം എന്താ വെച്ചാല് ഈ യുദ്ധം എന്ന് പറയുന്നത് ഭഗവാൻ സൃഷ്ടിച്ചതാണ്. ഭഗവാൻ പറയുന്നുണ്ട്, അർജുന നീ മര്യാദയ്ക്ക് യുദ്ധം ചെയ്തോ, എങ്കിൽ നിനക്ക് ക്രെഡിറ്റ് എങ്കിലും കിട്ടും നീ ഇവരെയൊക്കെ കൊന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ മരിക്കാനുള്ളവരാണ്, ഞാൻ ഇവരെ ഏതെങ്കിലും രീതിയിൽ ഞാൻ കൊല്ലും, ഞാൻ ഇവർക്ക് മഹാരോഗം കൊടുത്ത് കൊല്ലും, അല്ലെങ്കിൽ അപകട മരണം ഇവർക്ക് സംഭവിക്കും, ഏതെങ്കിലും രീതിയിൽ ഇവന്മാരെല്ലാം മരിക്കും. പക്ഷെ നീ കൊന്നു കഴിഞ്ഞാല് നിനക്ക് അതിന്റെ ക്രെഡിറ്റ് എങ്കിലും കിട്ടും എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഭഗവാൻ വിചാരിച്ചതാണ് ഈ അധർമ്മികളെയൊക്കെ നിഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ദ്രൗപദിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോ അശ്വത്ഥമാവിനെ ഭഗവാന്റെ സഹായം കൊണ്ട് തന്നെ അർജുനൻ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് ദ്രൗപദിയുടെ മുന്നിൽ നിർത്തുമ്പോ അപ്പോ ദ്രൗപദി ആകെ മൊത്തം ചേഞ്ചായി. അപ്പൊ ദ്രൗപദി പറയും, എനിക്ക് ഇവനെ എന്റെ അടുത്ത് മുന്നിൽ നിന്ന് കൊണ്ടുപോകൂ, ഇവനെ എനിക്ക് കാണണ്ട, ഇവനെ കൊല്ലുകയും ചെയ്യണ്ട, പക്ഷെ എനിക്ക് ഇവനെ കാണണ്ട, ഇവനെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകും. ഇനി മറ്റൊരു അമ്മയുടെ ദുഃഖം എനിക്ക് കാണാൻ വയ്യ. കാരണം ഒരു അമ്മയുടെ ദുഃഖം ഞാൻ അനുഭവിക്കുന്നുണ്ട്, എന്റെ കുട്ടികൾ നഷ്ടപ്പെട്ട ദുഃഖം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒരു അമ്മയുടെ, അതായത് കൃപി, നമ്മുടെ ദ്രോണരുടെ ഭാര്യ കൃപിയുടെ മകനാണല്ലോ അശ്വത്ഥമാവ്, ആ അമ്മയുടെ ദുഃഖം എനിക്ക് കാണാൻ വയ്യ. അതുകൊണ്ട് ഇവനെ കൊണ്ടുപോയിക്കോ, ഇവനെ ഇവിടുന്ന് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും, ഇവനെ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കാതെ വിടാനാണ് ദ്രൗപദി പറയുന്നത്. അപ്പൊ ദ്രൗപദിയുടെ മനസ്സിലുണ്ടായ മാറ്റം നോക്കൂ, നേരത്തെ ഉണ്ടായ ദ്രൗപദി അല്ല ഇപ്പോ, ആകെ മൊത്തം ചേഞ്ചായി. ആ ശമം എന്നുള്ള എല്ലാം നഷ്ടപ്പെട്ടപ്പോ ആ വിരക്തമായിട്ടുള്ള ഭാവം ദ്രൗപദിക്ക് വന്നു കഴിഞ്ഞു. ഇപ്പൊ ആരോടും ദ്രൗപദിക്ക് ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ട ഒരാളുടെ ഒരു മാനസികാവസ്ഥ മെന്റാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ അശ്വത്ഥമാവിന് ശാപമൊക്കെ കിട്ടും. അതറിയാലോ, കലിയാണ് അശ്വത്ഥമാവ്. കലി ഇപ്പോഴും ഇങ്ങനെ നമ്മുടെ മനസ്സിലൊക്കെ കലി ബാധിക്കാന്ന് പറഞ്ഞാൽ അത് അശ്വത്ഥമാവിന്റെ ഒരു രൂപമാണ്, ഒരു അംശമാണ് അത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കലഹം ഉണ്ടാവുമ്പോ നമ്മൾ ശ്രദ്ധിച്ചോളൂ, നമ്മുടെ മൈൻഡിൽ വന്ന് നിൽക്കണ കലിയാണ്, അശ്വത്ഥമാവിന്റെ വേറൊരു രൂപമാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ അവസ്ഥയില് എവിടെ ദുഃഖാണ്. രാജാവൊക്കെ യുധിഷ്ഠിരൻ അധികാരമൊക്കെ കൊടുത്തെങ്കിലും പരമമായ ദുഃഖാണ്, എല്ലാവർക്കും സങ്കടമാണ്. ഇനി ഈ യുധിഷ്ഠിരനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാ ഈ കുരുവംശം ഭരിക്കുക? ആരുമില്ല. എല്ലാവരും മരിച്ചു, എല്ലാവരും കൊല്ലപ്പെട്ടു, അഭിമന്യു കൊല്ലപ്പെട്ടു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത് ഉത്തര ഗർഭിണിയാണ്, ബാലികയാണ് ഉത്തര എന്ന് പറഞ്ഞാൽ ബാലികയാണ്. കുട്ടിയായിരുന്നപ്പോഴാണ് വിവാഹം കഴിക്കുന്നത് നമ്മുടെ അഭിമന്യുനെ. അപ്പൊ ബാലികയായിട്ടുള്ള വധുവായിട്ടുള്ള ഉത്തര ഗർഭിണിയാണ്. അപ്പോ ദ്രൗപദിക്ക് സന്തോഷമാവും. കാരണം ഒന്നിനെങ്കിലും ഭഗവാൻ ബാക്കി വെച്ചല്ലോ.
നമ്മുടെ ലീനേജ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിരിക്കുമ്പോ അങ്ങനെ ഭഗവാൻ സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ഉത്തര ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ എല്ലാവർക്കും സന്തോഷം. കാരണം ഒരാളെങ്കിലും ബാക്കി വെച്ചു തങ്ങളുടെ ആ ഒരു കുലം സംരക്ഷിച്ചു പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൃഷ്ണനും സന്തോഷാവും. കൃഷ്ണൻ തേരിൽ കയറിയിട്ട് അത്ര നാളും ദ്വാരക വിട്ടിട്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോട്ടെ, അവിടെ എന്റെ കുടുംബ കുട്ടികളൊക്കെ ഉണ്ട്, അവിടെ കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ എല്ലാം ഇട്ടിട്ടാണ് ഭഗവാൻ തനിക്ക് വേണ്ടിയിട്ട് തന്റെ ഭക്തരായിട്ടുള്ള തന്നെ അത്രമാത്രം സ്നേഹിക്കുന്ന പാണ്ഡവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ നിൽക്കണത്. അപ്പൊ ഭഗവാൻ പറയണു ഞാൻ തേരി കയറി ഞാൻ പോവാണ്, തിരിച്ച് ദ്വാരകയിലേക്ക് പോവാണെന്ന് പറഞ്ഞ് ഭഗവാൻ തേരി കയറുമ്പോ ഉത്തര ഓടി വരാണ്. ഉത്തര വയറിങ്ങനെ പൊത്തി പിടിച്ചിട്ട് ഉത്തരം ഇങ്ങനെ ഓടി വരണ. അപ്പൊ എന്താ കാര്യം? ഉത്തരം എന്തിനാ ഇങ്ങനെ കരഞ്ഞോണ്ട് ഓടി വരണത്? പാഹി പാഹി മഹായോഗിൻ ദേവദേവാ ജഗത്പദേ നാണ്യം ത്വദപരം പശ്യേ യത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാം ഈശാ ശരതപ്തായ സോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. ഓടി വരണ എന്നൊരു വയറ് പൊത്തി പിടിച്ചിട്ട് എനിക്ക് പേടിയാവണു കൃഷ്ണ, പോവല്ലേ കൃഷ്ണ, എനിക്ക് പേടിയാവണു, ഞാനിപ്പം മരിക്കും കൃഷ്ണ, എന്റെ വയറ്റിനുള്ളിലേക്ക് ഒരു ബാണം തറച്ചു കയറുന്ന പോലെ തോന്നുകയാണ് കൃഷ്ണ, ഞാനിപ്പം മരിച്ചു എന്ന് പറഞ്ഞ ഭഗവാന്റെ പാദങ്ങളിൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ് ഉത്തര. ഭഗവാൻ തന്റെ യോഗസിദ്ധി കൊണ്ട് നോക്കുമ്പോ അതാ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗം, ആഭിചാര ക്രിയ പ്രയോഗിച്ച് നമ്മുടെ ഉത്തരയുടെ ഗർഭത്തെ അലസിപ്പിക്കാനായിട്ടുള്ള നടത്താണ്, ആഭിചാരം ചെയ്യാണ്. ആഭിചാരം എന്നൊക്കെ പറയുന്നത് തമോ ഗുണാണ്, തമോ രജോ ഗുണപ്രദമായ ആരാധനാ സമ്പ്രദായങ്ങളാണ്. അത് പിന്തുടരുന്നവർക്ക് സർവനാശാണ് ഫലം. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഭഗവത് പ്രാപ്തി ഉണ്ടാവുകയില്ല. അവർക്ക് ജനിക്കാൻ മരിക്കുക, അവർക്ക് നരക ലോകങ്ങളിൽ പോകേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള രജോ തമോ ഗുണസ്ഥായിട്ടുള്ള ബലി, ആഭിചാരം, മറ്റുള്ളവരുടെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആഭിചാര പ്രവർത്തികള് ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് രാജസികവും താമസികമായിട്ടുള്ള ആരാധനാ സമ്പ്രദായമാണ്. അത് സർവനാശാണ് ഫലം ഉണ്ടാവുക. അപ്പോ താൽക്കാലികമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ആനന്ദം കിട്ടിയ പോലെ കുറച്ച് സമയത്തേക്ക് തോന്നാമെങ്കിലും പിന്നെ ഉണ്ടാവണത് സർവനാശാണ്. അപ്പോ സാത്വികമായിട്ടുള്ള ആരാധന സമ്പ്രദായങ്ങൾ മാത്രമേ നമ്മൾ പിന്തുടരാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്ന സാത്വികമായിട്ടുള്ള ആരാധന സമ്പ്രദായങ്ങൾ എന്ന് പറയുമ്പോൾ ഹിംസിക്കാൻ പാടില്ല, ഒന്നിനെയും ഹിംസിക്കാൻ പാടില്ല. മനസാ വാചാ കർമ്മണ ഒന്നിനെയും നമ്മൾ ഹിംസിച്ചുകൊണ്ടുള്ള ഓരോ ആരാധനാ സമ്പ്രദായങ്ങളും പിന്തുടരാൻ പാടില്ല. അത് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള യാഗങ്ങള്, ഹോമങ്ങള് ഇതൊന്നും ചെയ്തുകൊണ്ട് ഞാൻ തൃപ്തനാവുകയില്ല, അങ്ങനെയൊന്നും എന്നെ കിട്ടില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഭഗവാന് കിട്ടണമെങ്കിൽ വേണ്ടത് എന്താണ്? ഭക്തിയാണ്, ഭഗവാനോട് പ്രേമാണ്, സ്നേഹം തോന്നിയാൽ മാത്രമേ ഭഗവാനെ കിട്ടുള്ളൂ. ആത്യന്തികമായുള്ള സമാധാനവും സന്തോഷവും കുണ്ഠമില്ല എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ദുഃഖമില്ലാത്ത അവസ്ഥ, ആ മോക്ഷം, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമാണ് ഇനി നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഭഗവാനോട് പ്രേമം വരണം, സ്നേഹം വരണം, വാത്സല്യം വരണം, ഭക്തി വരണം, ഇന്നാ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഭഗവാൻ നോക്കുമ്പോ അതാ ഉത്തരയുടെ ഗർഭത്തിനകത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരിക്കുന്നു. ഭഗവാൻ പെട്ടെന്ന് തന്നെ ദണ്ഡപാണിയായിട്ട് ഉള്ളിൽ കയറുന്നു. എന്നിട്ട് യോഗശക്തി കൊണ്ട് ബ്രഹ്മാസ്ത്രത്തെ നശിപ്പിച്ച് ഉത്തരയുടെ ഗർഭത്തെ സംരക്ഷിക്കുകയാണ്. അപ്പോ ഇത് നടക്കുമ്പോ വളരെ രസം എന്ന് പറഞ്ഞാലേ, ഇത് നടക്കുമ്പോ ഇത് എങ്ങനെയാ ഈ കുട്ടിയെ രക്ഷിക്കാന്ന് എല്ലാവരും ചർച്ച ചെയ്യുമ്പോ എല്ലാവരും പറയും ഉത്തരയുടെ ഗർഭത്തെ രക്ഷിക്കാൻ ബ്രഹ്മചര്യം, അതികഠിനമായ ബ്രഹ്മചര്യം നിഷ്ഠ പാലിക്കുന്ന ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ നമ്മുടെ പാണ്ഡവ സഭയില്, അതായത് യുധിഷ്ഠിരൻ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു, എല്ലായിടത്തു നിന്നുള്ള ഋഷി വര്യന്മാരെല്ലാവരും നിൽക്കുന്ന സഭയില് യുധിഷ്ഠിരൻ ചോദിക്കുക, എന്റെ പുത്രവധുവിനെ രക്ഷിക്കാൻ ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വരുമോ, ആരെങ്കിലും വരുമോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോ അത്രയും തീവ്രമായിട്ടുള്ള ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കുന്ന ആളുകളാണ് താങ്കളെന്ന് പറയുന്ന സന്യാസി വര്യന്മാർക്ക് പോലും പേടിയാവുക. അവരാരും മുന്നോട്ട് വരുന്നില്ല, അവർക്കൊന്നും സെൽഫ് കോൺഫിഡൻസ് വരുന്നില്ല. ബ്രഹ്മചര്യ അത്രമേൽ നിഷ്ഠയോടുകൂടി ചെയ്യണ ഒരാൾക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ. അപ്പോ ആണ് നേരെ നോക്കും, ഭഗവാന്റെ അടുത്തേക്ക് നോക്കും യുധിഷ്ഠിരൻ. അപ്പോ ഭഗവാൻ അങ്ങനെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ യുധിഷ്ഠിരൻ പറയും, ഭഗവാൻ ഇവർക്ക് ആർക്കും ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല, ബ്രഹ്മചര്യം ഉണ്ടെന്ന്. ഭഗവാൻ മാത്രമേ ഉള്ളൂ ഇനി ഞങ്ങളെ രക്ഷിക്കുക. അപ്പോഴാണ് ഭഗവാൻ ഇറങ്ങി വരണത്. അപ്പൊ നോക്കൂ, അത്രമേൽ കൃത്യമായിട്ട് ബ്രഹ്മചര്യ നിഷ്ഠ പാലിക്കുന്ന ഒരാളാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. ഭഗവാൻ എന്തുകൊണ്ടാ ഭഗവാൻ എന്ന് വിളിക്കുന്നത്? അതിന്റെ ഉത്തരാണ് അവിടെ. ആ യോഗി വര്യന്മാർക്ക്, ജ്ഞാനികൾക്ക്, താപസികൾക്ക് പോലും തങ്ങൾ ബ്രഹ്മചര്യ നിഷ്ഠ അത്രമേൽ പാലിക്കണം എന്നുള്ള കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ മാത്രമേ രക്ഷിക്കാൻ സാധിച്ചുള്ളൂ. ഇതുകൊണ്ടാണ്
ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് പരംപുരുഷനാണ്, പരമാത്മാവാണ്. നമ്മൾ വിചാരിക്കുന്ന ആളല്ല. നമുക്ക് സാധാരണ കേവല മനുഷ്യരുമായിട്ട് അദ്ദേഹത്തെ കമ്പയർ ചെയ്യാൻ പോലും സാധിക്കില്ല. സാധാരണ കേവല മനുഷ്യരുടെ വികാര വിചാരങ്ങളുമായിട്ട് നമുക്ക് ഭഗവാനെ കമ്പയർ ചെയ്യാൻ പോലും സാധിക്കില്ല എന്ന് പറയണത് ഇതുകൊണ്ടാണ്. കൃഷ്ണൻ ആരാണ് എന്ന്, കൃഷ്ണനെ വെറും കേവലമായിട്ടുള്ള മനുഷ്യനായിട്ട് താരതമ്യം ചെയ്യുന്ന ആളുകൾക്ക് വലിയ ആപത്താണ് അവരുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത്. കാരണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഭഗവാനെ മോശക്കാരനാക്കണവരുടെ ജീവിതം മോശമായി അതേപോലെ തന്നെ വരും. ഭഗവാനെ ഏത് രീതിയിലാണോ കാണുന്നത് അതേപോലെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക. അപ്പൊ ഭഗവാനാണ് ഉത്തരയെ രക്ഷിക്കുന്നത്. ആ കുരുവംശത്തിനെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോ കുന്തിദേവി ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുമ്പോ കുന്തിദേവി ഓടി വരും. അപ്പോഴാണ് കുന്തിദേവിയുടെ സ്തുതി. ആ സ്തുതി ഇങ്ങനെയാണ്. കുന്തിവാച, കുന്തിദേവി ആദ്യം കുറേ നമസ്കരിക്കും ഭഗവാനെ. നമസ്കരിച്ച് ആ പാതാര വിന്ദങ്ങളിൽ അങ്ങോട്ട് വീഴും. കാരണം അങ്ങനെ ആലോചിക്കുകയാണ്, ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാന് എന്റെ മക്കള് എവിടെ എത്തുമായിരുന്നു ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ഭഗവാനേ നമസ്കാരം. ആദ്യം തന്നെ ഭഗവാൻ നമസ്കാരമാണ് പറയുന്നത്. ഞാൻ നമസ്കരിക്കണു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുന്തിദേവി സ്തുതി ആരംഭിക്കുന്നത്. ആദി പുരുഷനും പ്രകൃതിയുടെ മേലുടയനുമായവനെ ഞാൻ നമസ്കരിക്കുന്നു. അതായത് ആദിപുരുഷൻ ഗോവിന്ദം ആദിപുരുഷം തമാഹം ഭജാമി. ബ്രഹ്മസംഹിതയിൽ ഓരോ ശ്ലോകങ്ങൾ അവസാനിക്കുന്നത് ഇതാണ്. ഗോവിന്ദം ആദിപുരുഷം തമാഹം. ഗോവിന്ദനാണ് ആദിപുരുഷൻ. ആദിപുരുഷൻ പരംപുരുഷൻ. നമ്മള് ഈ ലോകത്തുള്ള ബാക്കി ബ്രഹ്മാണ്ടം എല്ലാം നശിച്ചു കഴിഞ്ഞാലും അവശേഷിക്കുന്ന ഒരേ ഒരു സത്യം, ഒരേ ഒരു ശക്തി എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമാണ്. അതാണ് ആദിപുരുഷൻ. ഗോവിന്ദൻ ആദിപുരുഷനായിട്ടുള്ള പ്രകൃതിക്ക് അതീതനാണ്. ഈ പ്രകൃതിക്ക് അതീതം പറഞ്ഞാൽ ഈ പ്രകൃതി പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയാണ്, ഭഗവാന്റെ യോഗമായ ശക്തിയാണ്, ഭഗവാന്റെ ആന്തരികമായ ബാഹ്യമായ ശക്തികളിൽ നിന്നാണ് പ്രപഞ്ചം ഭഗവാൻ സൃഷ്ടിക്കുന്നത്. എന്നാൽ അതിന്നൊക്കെ മാറിയിരിക്കുകയാണ് ഭഗവാൻ. ഇതിന്നൊക്കെ അതീതനാണെന്ന് പറയുമ്പോ പ്രകൃതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ശരീരം ഉണ്ടാവും. ശരീരമാകുമ്പോൾ സത്വ തമോ രജോ ഗുണങ്ങൾ ഉണ്ടാവും. ആ ഗുണങ്ങൾ നമ്മളെ അങ്ങോട്ട് നമ്മുടെ ക്യാരക്ടറിനെ, നമ്മുടെ സ്വഭാവത്തെ സൃഷ്ടിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ബലരാമൻ, സത്യം പറഞ്ഞാൽ അനന്തശേഷന്റെ ഭഗവാന്റെ അംശാവതാരമായിരുന്നിട്ടുണ്ട് ബലരാമന് ഇടയ്ക്ക് ദേഷ്യം വരും, അദ്ദേഹം മദ്യപിക്കും. എന്നാലും അദ്ദേഹത്തിന് യോഗശക്തി ഉണ്ട്. അവസാനം അദ്ദേഹം യോഗശക്തിയിലാണ് സമാധിയാവണത്. അദ്ദേഹം അവസാന കാലത്ത് ത്രിഗുണങ്ങളെ അതിജീവിച്ചു. പക്ഷെ ജീവിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വിസ്മരിച്ചു പോകും. ക്രോധം വരും. യമുനെ പോയിട്ട് പിടിച്ചു കെട്ടാൻ നോക്കി. അതെന്തുകൊണ്ടാ? ബലരാമൻ ശരിക്കും ഭഗവാന്റെ അവതാരാണ്, ഭഗവാന്റെ അംശാണ്. എന്നിട്ടും മറന്നു പോവാണ്. പ്രകൃതിയിൽ വരുമ്പോ, ആ ശരീരത്തിലേക്ക് വരുമ്പോ, സത്വ തമോ ഗുണങ്ങള് വരുമ്പോ ചില സമയത്ത് വിസ്മരിച്ചു പോണു, താൻ ആരാണെന്ന് വിസ്മരിച്ചു പോവാണ്. പക്ഷെ ഭഗവാൻ മാത്രം അങ്ങനെ ഒരു മറവി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ നിങ്ങൾ എവിടെയെങ്കിലും അമിതമായിട്ട് അതിരി കവിഞ്ഞ രീതിയിലുള്ള ഭഗവാന്റെ ഈ പ്രവൃത്തി തെറ്റാണ്, ഈ പ്രവൃത്തി ശരിയാണ് എന്ന് നമുക്ക് ഭഗവാനെ ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം ഭഗവാൻ ത്രിഗുണത്തിനും അതീതനാണ്, ഗുണാതീതനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് പ്രകൃതിക്ക് അതീതനായ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. സർവഭൂതങ്ങളുടെ അകത്തും പുറത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും ആർക്കും അങ്ങ് നേരിട്ട് കാണപ്പെടുന്നില്ല. സൂര്യന്റെ പ്രകാശം എല്ലായിടത്തും വീഴുന്നുണ്ട്. പൂക്കളിലും മലിനജലത്തിലും സമുദ്രത്തിലും എല്ലാം ഒരേപോലെയാണ് പ്രകാശം വീഴുന്നത്. എന്നാല് നമുക്കത് എല്ലായിടത്തും പ്രകാശം വീഴുന്ന ആ സൂര്യനെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ആ സൂര്യന്റെ ആ പ്രഭ എന്ന് പറയുന്നത് എല്ലായിടത്തും എത്തുന്നുണ്ട്. അതുപോലെ ഞാനെന്ന് പറയുന്നതും നീ എന്ന് പറയുന്നതും എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ശരീരം വരുമ്പോഴാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവായിട്ടുള്ള ചൈതന്യം അത് ഒരു സ്രോതസ്സിൽ നിന്നാണ് വരുന്നത്. അതിന്റെ ഊർജത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത്, അതിന്റെ ആ സോഴ്സ് എന്ന് പറയുന്നത് ഒന്നാണ്. അത് സ്പ്ലിറ്റ് ചെയ്ത് പല ഭാവങ്ങളായിട്ട് പോകണു. അതിന് പല രൂപങ്ങൾ വരണം. അപ്പൊ സൂര്യപ്രകാശം പോട്ടെ, മഴ എന്ന് പറയുന്നതിന് സ്രോതസ് ഒന്നാണ്. ആ മഴ വെള്ളം മലിനജലത്തിൽ വീഴുന്നു, സമുദ്രത്തിൽ വീഴുന്നു, നദിയിൽ വീഴുന്നു. ഓരോരോ തുള്ളികള് ഓരോ സ്ഥലത്ത് വീഴുന്ന അതിലേക്ക് അങ്ങ് താതാത്മ്യം പ്രാപിക്കുകയാണ്. പക്ഷെ ഇതിന്റെ എല്ലാം ഊർജത്തിന്റെ സ്രോതസ് ആരാണ്? ഒന്ന് തന്നെയാണ്. സൂര്യനിൽ നിന്നാണ് എല്ലാ പ്രകാശം വരുന്ന പോലെ നമ്മുടെ എല്ലാവരുടെയും ജീവന്റെ ആധാരമായിട്ടിരിക്കുന്ന നമ്മളെല്ലാം ജീവാത്മാക്കളാണ്. ആ ജീവാത്മാക്കൾ, ആ ആത്മാവ് എന്ന് പറഞ്ഞ എനർജിയാണ്, നമ്മുടെ സബ്റ്റിൽ ബോഡിയിലുള്ള എനർജിയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവിന്റെ സോഴ്സ് ആയിട്ടിരിക്കുന്നത് ഒരേ ഒരു സോഴ്സ് ആണുള്ളത്.
ആ സോഴ്സ് എന്ന് പറയുന്നത് ഭഗവാനാണ്. എന്നാൽ ആ ഭഗവാനെ നമ്മൾ തിരിച്ചറിയോ? ഈ ശരീരത്തിൽ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയോ? ഇല്ല. നമുക്ക് ഭഗവാൻ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് എന്ന് പോലും. നമ്മൾ അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്, നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട് ഭഗവാൻ. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. അജ്ഞത, അറിവില്ലായ്മ കാരണം നമുക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. നമ്മൾ പലയിടത്തും ഭഗവാനെ തിരയുന്നു, അവിടെയും ഭഗവാനുണ്ട്. കാരണം എല്ലാത്തിന്റെയും ഉള്ളിലും പുറത്തും ഇരിക്കുന്നതും ഭഗവാനാണ്. അപ്പൊ നമ്മൾ കാണുന്ന സകല ചരാചരങ്ങളിൽ ഇരിക്കുന്നത് ഭഗവാനാണ്. അപ്പോ അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കണു എന്ന് പറഞ്ഞിട്ടാണ് ഓടി വരുന്നത്. അങ്ങ് അധോക്ഷജനാണ്. അധോക്ഷജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഭഗവാന്റെ ഭക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞു, പിന്നെ നമുക്ക് മായ ബാധിച്ചു, നമ്മൾ പിന്നെയും ഭഗവാനിലേക്ക് അകന്നു. നമ്മൾ ഏത് പാതാള കുണ്ടിൽ പോയാലും ഭഗവാൻ നമ്മളെ തിരിച്ച് കൈപിടിച്ച് കൊണ്ടുവരും. നമ്മൾ അധപദത്തിൽ നിന്ന് ഉയർത്തുന്ന ആള് അധോക്ഷജനാണ് ഭഗവാൻ. അവ്യയനാണ് അങ്ങ് മായയാകുന്ന മറയിൽ ഒളിച്ചു നിൽക്കുകയാണല്ലോ. അപ്പോൾ അഗ്നിയായ ഞാൻ എങ്ങനെ അങ്ങയെ കണ്ടുപിടിക്കാനാണ്? അതായത് അടുത്ത ശ്ലോകം, സെക്കൻഡ് ശ്ലോകം, മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജം അഭ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥ. അതായത് ഭഗവാന്റെ മായ കൊണ്ട് ഭഗവാൻ മറഞ്ഞിരിക്കുകയാണ്. ഭഗവാന്റെ മായ കൊണ്ട് ഭഗവാൻ മറിഞ്ഞിരിക്കണല്ല, നമ്മൾ ആ മായയിൽ പെട്ടുപോകണോണ്ട് നമ്മൾ ഭഗവാനെ തിരിച്ചറിയാത്താണ്. നമ്മൾ ഈ ശരീരബോധത്തിൽ വരുമ്പോ നമ്മൾ ഈശ്വരനെ തിരിച്ചറിയില്ല. അപ്പൊ അതാണ് ഭഗവാന്റെ മായ എന്ന് പറയുന്നത്. നമ്മൾ ഭഗവാനിൽ നിന്ന് അകലുന്നു, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഭഗവാനിൽ നിന്ന് അകലുന്നെങ്കിൽ ആ കാരണമാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ ആ മായാകുന്ന മറവില് ഭഗവാൻ മറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതായത് വേഷം, അതായത് ഒരു നടൻ ഒരു നാടകം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ നാടകത്തില് ഒരാള് വേഷം കെട്ടി അഭിനയിക്കുകയാണ്. ആ വേഷം കെട്ടി അയാൾ വളരെ തമർത്ത് അഭിനയിക്കുന്നുണ്ട്. അയാൾ ഒരു ദുഷ്ട കഥാപാത്രമാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ വളരെ ദുഷ്ടനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് അയാളോട് എന്താ പറയാ, ഭയങ്കര ദേഷ്യ തോന്നുന്നത്. പക്ഷെ ശരിക്കും നമുക്ക് അയാളോട് ദേഷ്യമാണോ തോന്നേണ്ടത്? നമ്മൾ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. കാരണം അയാൾ അഭിനയിച്ച് തമർത്തി ബലിപ്പിക്കുന്ന കാരണമാണ് നമുക്ക് അയാളോട് ദേഷ്യം എന്നുള്ള വികാരം നമുക്ക് തോന്നണം. അപ്പോ അയാളുടെ യഥാർത്ഥ സ്വത്വം മറിഞ്ഞിരിക്കുകയാണ് നമ്മളെ അടുത്തുനിന്ന്. കാരണം നമ്മൾ ആ ഒരു മായയിലാണ്. മായ എന്ന് പറഞ്ഞാല് നമ്മൾ ആ കാണുന്ന ആ ഒരു വെർച്വൽ എഫക്റ്റില് നമ്മൾ ആ വ്യക്തിയെ നമ്മൾ കാണുന്നില്ല, പകരം അയാളെന്നുള്ള നടനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതുപോലെയാണ് മായ എന്ന് പറയുന്നത്. യഥാർത്ഥമായിട്ടുള്ള കാര്യം നമ്മളിൽ നിന്ന് മറിഞ്ഞു പോവാണ്. നമ്മൾ ആ ഒരു എന്നാ പിന്നീട് നമ്മൾ ചിന്തിക്കുകയാണ്, ഇതൊരു സിനിമയായിരുന്നു, ഇതിൽ ഇദ്ദേഹം ഇങ്ങനെ ആക്ട് ചെയ്തതാണ്. അപ്പൊ ശരിക്കും ഇയാൾ ഇങ്ങനെയല്ല, ശരിക്കും ഇയാളുടെ സ്വത്തും വേറെയാണ്, ഇയാള് നല്ല വ്യക്തിയാണ്. പക്ഷെ ഇയാൾ അഭിനയിച്ചതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പൊ അയാൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് അഭിനയിച്ചു. അപ്പൊ നമ്മൾ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോഴാ ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരുള്ളൂ. അതായത് നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് പിന്നാലെ പോകുമ്പോ നമ്മളെ ബുദ്ധി കൈവെടിയുന്നു. അപ്പൊ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള കാണേണ്ടത് നമ്മൾ കാണാതെ പോകുന്നു, അറിയേണ്ടത് നമ്മൾ അറിയാണ്ട് പോകുന്നു. അതേസമയം നമ്മുടെ മനസ്സിനെ ബുദ്ധിയുടെ കൺട്രോളിൽ വിടുക. അപ്പോ ബുദ്ധിയുടെ കൺട്രോളിൽ മനസ്സ് നിൽക്കുമ്പോ നമ്മള് ഇന്ദ്രിയങ്ങളിൽ വ്യാപരിച്ചാൽ തന്നെ നമ്മുടെ ബുദ്ധി നമ്മളെ പിൻവലിക്കും, നമുക്ക് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ സീരിയൽ കണ്ടാൽ കരയില്ല. നമ്മുടെ ജീവിതത്തിൽ തന്നെ വിഷമങ്ങൾ ഉണ്ടായാല് നമുക്ക് മനസ്സിലാകും ഇതൊക്കെ ഒരു പ്ലേ ആണ്, ഇതൊക്കെ എന്റെ മുജ്ജന്മ കർമ്മഫലാണ്, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു, ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം, ഈ പർപ്പസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ശരിയായിട്ടുള്ള അറിവ്, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വന്നത് എന്നുള്ള ശരിയായ അറിവ് നമുക്ക് നേടാൻ സാധിക്കാത്തത് മായ കാരണമാണ്. അപ്പോ ഭഗവാൻ അങ്ങനെ മായ കൊണ്ട് നമ്മളെ മറച്ചിരിക്കണം. മായ കാരണം നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. അങ്ങനെയുള്ള മൂഢബുദ്ധിയായ അങ്ങ് കാണപ്പെടുന്നില്ല, ഞങ്ങൾക്ക് ദൃഷ്ടിഗോചരനാവണില്ല അങ്ങനെയുള്ള അങ്ങേ അറിവില്ലാത്ത ഞാന് അങ്ങേ നമസ്കരിക്കണു. ഭഗവാനെ, ഇങ്ങനെ മായയിൽ പെട്ട് കിടക്കണ ഞാന് അങ്ങേ എനിക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. അങ്ങനെയുള്ള ഞാന്, മൂഢയായിട്ടുള്ള വിഡ്ഢിയായിട്ടുള്ള ഞാൻ അങ്ങേ നമസ്കരിക്കണു എന്ന് പറയാണ് കുന്തിദേവി. അടുത്തത്, തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേമ ഹി സ്ത്രീയാഹ. അതായത് ഹംസം എന്ന് പറഞ്ഞാൽ എന്താ? ഹംസത്തിന്റെ പ്രത്യേകത അറിയാമോ? വെള്ളവും പാലും കൂടി കലർത്തി വെച്ചു കൊടുത്താൽ അതിന്ന് പാല് മാത്രം കറക്റ്റായിട്ട് വലിച്ചെടുക്കും, അതാണ് ഹംസം. അപ്പൊ പരമഹംസം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പരമഹംസന്മാർ എന്ന് പറഞ്ഞാല് നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവ്, ധർമ്മ അധർമ്മങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ്, ശരി തെറ്റ്
തിരിച്ചറിയാനുള്ള കഴിവ്. എന്താണ് മായ, എന്താണ് ഭഗവാന്റെ മായ എന്നുള്ളത് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്ന പരമഹംസന്മാർക്ക് പോലും ഭഗവാനെ പിടികിട്ടില്ല ചില സമയത്ത്. അപ്പോ കേവല സ്ത്രീയായ ഞാൻ എങ്ങനെയാണ് ഭഗവാനെ എങ്ങനെയാണ് ഞങ്ങൾ കണ്ടറിയാ, എങ്ങനെയാ ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക എന്ന് കുന്തിദേവി ചോദിക്കുകയാണ്. എന്നിട്ട് കുന്തിദേവി വീണ്ടും സ്തുതിക്കുകയാണ്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ദേവകി വസുദേവന്മാരുടെ പുത്രനും നന്ദഗോപരുടെ വളർത്തുമകനും ഗോവിന്ദനുമായിട്ടുള്ള കൃഷ്ണന് നമസ്കാരം. അങ്ങനെ ഇനി ഞാൻ എന്റെ കൃഷ്ണനെ ഒന്ന് നമസ്കരിക്കട്ടെ. അതായത് സന്തോഷാണ് കുന്തിദേവിക്ക് അറിയാം ഭഗവാൻ എന്താണെന്ന് അറിയാം. എങ്കിലും ചില സമയത്ത് മായ കൊണ്ട് വിസ്മരിച്ചു കൊണ്ട് കൃഷ്ണൻ ആരാണ് എന്ന് അറിയാം. കൃഷ്ണൻ കൂടെ നടക്കുന്നുണ്ട്, തങ്ങളുടെ മക്കളുടെ കൂടെ നടക്കുന്നുണ്ട്, കൂട്ടുകാരനായി നടക്കുന്നുണ്ട്, ഗുരുവായിട്ട് ഉപദേഷ്ടകനായിട്ട് എല്ലാം മെന്ററായിട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കുന്തിദേവിക്ക് അറിയാം കൃഷ്ണൻ സാധാരണ ആളല്ല, കൃഷ്ണൻ ആരാണ് എന്നുള്ള വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കണു എന്ന് പറഞ്ഞിട്ട് പിന്നെ കുന്തിദേവി ഭഗവാൻ ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങള് അങ്ങനെ ഓർക്കാണ്. നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയെ. പിന്നെയും സ്തുതിക്കുകയാണ്. താമര കണ്ണന് നമസ്കാരം, എന്റെ താമര കണ്ണന് നമസ്കാരം, എന്റെ പത്മനാഭന് നമസ്കാരം, താമരിതൾ പോലെ തുടുത്ത കാലടികൾക്ക് ഉടയവനായവന് എന്റെ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ വീണ്ടും വീണ്ടും സ്തുതിക്കുകയാണ്. പിന്നെ യഥാ ഹൃഷികേശ ഖലേന ദേവകി കംസേന രുധാതിചിരം ശുചാർപ്പിത വിമോചിതാഹം ച സഹാത്മജ വിഭോ ത്വയേവ നാഥേന മുഹുർ വിപദ് ഗണാത്. അതായത് ഹൃഷികേശ എന്ന് എന്താ ഭഗവാനെ വിളിക്കണേ? ഹൃഷികേശ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചവൻ, അതായത് ഇന്ദ്രിയങ്ങളെയൊക്കെ സ്വന്തം കൺട്രോളിൽ നിർത്താൻ കഴിവുള്ളവൻ, അതാണ് പഞ്ചേന്ദ്രിയങ്ങളെയും അതിജീവിച്ചവൻ, അതാണ് ഹൃഷികേശൻ. ദുഷ്ടനായ കംസൻ കാരാഗ്രഹത്തിൽ അടച്ചത് കാരണം ചിരകാലം ദുഃഖിച്ച ദേവകിയെ മോചിപ്പിച്ചതുപോലെ അങ്ങ് എന്നെയും എന്റെ മക്കളെയും എത്രയെത്ര ആപത്തുകളിൽ നിന്ന് അങ്ങ് വീണ്ടും വീണ്ടും രക്ഷിച്ചു. കുന്തിദേവി ആലോചിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എപ്പോഴും ഭഗവാനോട് പരാതിയും പരിഭവവും പറയുമെങ്കിലും നിങ്ങൾ പുറകിലോട്ടൊന്ന് തിരിഞ്ഞ് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ എവിടെയൊക്കെ നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, എന്തൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങൾ മാത്രം ഭഗവാനോട് എപ്പോഴും പറയുന്നത്. ഇവിടെ കുന്തിദേവി ഒരു നിമിഷത്തേക്ക് തിരിച്ചറിയുകയാണ്, ഭഗവാൻ എത്ര ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ദേവകി അമ്മയെ കംസൻ കാരാഗ്രഹത്തിൽ അടച്ചു, ഒടുവില് അമ്മയെ രക്ഷിച്ച അതേ ബാലകൻ, അതേ കൃഷ്ണൻ എന്തൊക്കെ ആപത്തുകളിൽ നിന്ന് തങ്ങളെ രക്ഷിച്ചു. അപ്പോ ദേവകി അമ്മയും കുന്തിദേവിയും ഭഗവാനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് കൂടെ ഉണ്ട്. കുന്തിദേവിയുടെ ചേട്ടന്റെ മകനാണ്, സഹോദരനാണ് വസുദേവർ എന്ന് പറയുന്നത്. കുന്തിദേവിയുടെ സഹോദരനാണ് വസുദേവര്. കുന്തിദേവിയുടെ സഹോദര പുത്രനാണ് കൃഷ്ണൻ. അപ്പൊ അങ്ങനെ ഒരു ബന്ധം കൂടി കുന്തിദേവിക്കുണ്ട്. അപ്പൊ പറയാണ് എന്തൊക്കെ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചു, എന്തൊക്കെ ആപത്തിൽ നിന്ന് രക്ഷിച്ചു. അടുത്ത ശ്ലോകം 7th ശ്ലോകം അതാ പറയുന്ന വിഷാൻ മഹാഗ്നേ പുരുഷാ ദദർശന സത്സഭായ വനവാസ കൃച്ഛദഃ മൃധേ അനേക മഹാരഥാസ്തോ ദ്രൗണ്യസ്തത്രശ്ചാസ്മ ഹരേ അഭിരക്ഷിതാഹ. അതായത് പറയാണ് എന്തൊക്കെ ആപത്തുകളിൽ നിന്നാ രക്ഷിച്ചത്, എന്തൊക്കെ ആപത്തുകള്. ആദ്യം ഗംഗാനദിയിൽ എറിഞ്ഞ് വിഷം കൊടുത്ത് ഗംഗാനദിയിൽ എറിഞ്ഞു ഭീമസേനനെ. അന്ന് ആരാണ് രക്ഷിച്ചത്? ഭഗവാനാണ് രക്ഷിച്ചത്. ആപത്തുകളുടെ പരമ്പരകളിൽ നിന്ന് എന്നെയും മക്കളെയും മോചിപ്പിച്ചത് ഞങ്ങളുടെ നാഥനായ അങ്ങ് തന്നെയാണ്. എന്തെല്ലാം ആപത്തുകളിൽ നിന്നാണ് രക്ഷിച്ചത്. വിഷം കൊടുത്ത് ഗംഗാനദിയിലേക്ക് എറിഞ്ഞു കളഞ്ഞ എന്റെ ഭീമനെ അങ്ങ് രക്ഷിച്ചു. അരക്കില്ലത്തിൽപ്പെട്ട് കത്തിച്ചാമ്പലാകേണ്ടിരുന്ന ഞങ്ങൾ 6 പേരെയും അങ്ങ് രക്ഷിച്ചു. വിഴുങ്ങാൻ വന്ന ഹിഡുംബനെ, ബഗനെ തുടങ്ങിയ എത്രയോ രക്ഷസുകളിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചു. അധർമ്മികളുടെ സഭയിൽ നിന്ന് എന്റെ പുത്രബധുവിന്റെ മാനം, ദ്രൗപദിയുടെ മാനം രക്ഷിച്ചത് ഭഗവാൻ. 5 ഭർത്താക്കന്മാരിരുന്നു. ഭയങ്കര വലിയ ധീര ശൂര പരാക്രമിയ മഹാരഥന്മാരിയ്ക്കുന്നു സഭയില്. ആർക്കും ഈ അധർമ്മം കണ്ടിട്ട് ഒന്ന് എതിർത്ത് സംസാരിക്കാൻ തോന്നിയില്ല. അവസാനം വിളിക്കേണ്ടി വന്നു ദ്രൗപദിക്ക് ദ്വാരകാധീശ, എന്റെ ഗോവിന്ദ എന്ന് പറഞ്ഞ് വിളിക്കേണ്ടി വന്നു. അപ്പൊ ഭഗവാൻ രക്ഷിച്ചു, മാനം രക്ഷിച്ചു. അപ്പൊ അങ്ങനെ എന്റെ പാഞ്ചാലിയെ
പാഞ്ചാലിയുടെ മാന രക്ഷിച്ചില്ലേ എന്റെ പുത്രവധുവിന്റെ. മാത്രല്ല പിന്നെ വനവാസ കാലത്ത് എന്റെ മക്കൾക്ക് എന്തൊക്കെ ആപത്ത് വന്നു. ദുർവാസാവ് ശപിക്കാൻ വന്നു. അപ്പോ ചീര ഭക്ഷിച്ചുകൊണ്ട് ആ കഥയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ആ ശാപത്ത് നിന്ന് രക്ഷിച്ചു. അങ്ങനെ എത്ര 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 സ്ഥലത്ത്. പിന്നെ ഒഴിവാക്കാനാവാത്ത മഹായുദ്ധം വന്നപ്പോ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ കർണൻ എന്ത് ചെയ്തു? നാഗാസ്ത്രം പ്രയോഗിച്ചു. തല കൊയ്തെടുത്തു പോവുമായിരുന്നു അർജുനന്റെ. ആ ഭൂമി തന്നെ കാലുകൊണ്ട് സ്പർശിച്ച് താഴ്ത്തിക്കളഞ്ഞു കൃഷ്ണൻ. അപ്പോ അർജുനന്റെ കിരീടം മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമ്മുടെ നാഗാസ്ത്രത്തിന്. അപ്പൊ അങ്ങനെ എവിടെയൊക്കെ ഒരു പോറൽ ഏൽപ്പിച്ചിട്ടില്ല പഞ്ചപാണ്ഡവന്മാർക്ക്. എന്തുകൊണ്ട്? ഭഗവാനിൽ സർവസമർപ്പിതനായിട്ടിരുന്നു. ഭഗവാനെ തേരാളിയായിട്ട് മാത്രമേ ദുര്യോധനാദികൾക്ക് കാണാൻ തോന്നിയുള്ളൂ. പക്ഷേ അർജുനൻ എല്ലാവരും യുദ്ധം ചെയ്യണമെങ്കിലും മുഴുവനും അർജുനന്റെ ശ്രദ്ധ മുഴുവനും തേരാളിയായ കൃഷ്ണന്റെ കണ്ണുകളില്, കൃഷ്ണന്റെ ചേഷ്ടകളിലായിരുന്നു. കാരണം ഗുരുവായിട്ടായിരുന്നു കണ്ടിരുന്ന കൃഷ്ണനെ. അപ്പൊ കൃഷ്ണനാണെങ്കിലോ കൃഷ്ണനിൽ അങ്ങനെ ആത്മസമർപ്പണം ചെയ്തു. ഭഗവാനിൽ ആത്മസമർപ്പണം ചെയ്ത ഭക്തനെ രക്ഷിക്കാൻ ഭഗവാൻ എന്തും ചെയ്യും. അതാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ എന്റെ 5 മക്കളെയും രക്ഷിച്ചില്ലേ ഭഗവാൻ. ഇപ്പോൾ ഇതാ ദ്രോണപുത്രനായ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ശ്രീഹരിയായ അവിടെ നിന്ന് എന്റെ മക്കൾക്ക് ഈ കുരുവംശത്തിന്റെ സന്താന ബീജത്തിന് നേരിട്ട് വന്ന് സംരക്ഷണവും കൊടുത്തു. ഇപ്പൊ ദേ കുരുവംശം അങ്ങനെ പോവാൻ കാരണം ഉത്തരയുടെ ഗർഭവും ഭഗവാൻ വന്ന് രക്ഷിച്ചു. ഇങ്ങനെയുള്ള ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് അഭയാകും ഭഗവാൻ. സർവവും സമർപ്പിക്കണം. പക്ഷെ ഞാൻ എന്നുള്ള ഭാവം കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പൊ ഭഗവാൻ പറയും എന്നാ നീ തന്നെ ചെയ്തോന്ന് പറയും. പക്ഷെ എനിക്കൊന്നും ഇല്ല കൃഷ്ണ, എനിക്കൊന്നും അറിയില്ല. എന്റെ ബുദ്ധിയും എന്റെ മനസ്സും ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയാണ്. എനിക്ക് ഇത് എന്ത് തീരുമാനം എടുക്കണമെന്ന് പോലും എനിക്ക് ഭഗവാനെ അറിയില്ല എന്ന് പറഞ്ഞ് അവിടെ അങ്ങോട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചിട്ട് നാമം അങ്ങോട്ട് ജപിച്ചു നോക്കൂ. ശരിയായ വഴി ഭഗവാൻ കാണിച്ചു തരും. കാരണം അവിടെ നമ്മൾ ഭഗവാന്റെ ദാസനാണ്. നമ്മൾ ഭഗവാൻ സമർപ്പിച്ചിരിക്കുന്ന ഭക്തനെയും ഭഗവാൻ കൈവെടിയില്ല. അതുകൊണ്ട് അല്ലാതെ ഞാൻ തീരുമാനം എടുക്കും, ഞാൻ എല്ലാവരും എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അങ്ങനെ വിചാരിച്ച ഭഗവാൻ വിചാരിക്കുന്ന അവൻ തോന്നിയ പോലെ അവൻ ചെയ്തോട്ടെ, എന്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു ഭഗവാൻ അത് ആ ഭക്തൻ അങ്ങോട്ട് വിട്ടുകൊടുക്കും. ചെയ്തോളൂ, ചെയ്തതിന്റെ ഫലം നീ തന്നെ അനുഭവിക്കും. അതാണ് കർമ്മഫലം എന്ന് പറയുന്നത്. അപ്പോ ഞങ്ങൾക്ക് ഇനിയും എത്ര വേണമെങ്കിലും ആപത്ത്. അടുത്ത ലൈനാണ് വിപദഃ സന്തുന ശശ്വ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാദ പുനർഭവ ദർശനം. അതായത് എത്ര എത്ര ആപത്തുകൾ വേണോലും വന്നോട്ടോ ഭഗവാനെ, വന്നോ, എത്ര ദുഃഖം നീ തന്നോ ഭഗവാനെ, നീ എനിക്ക് എത്ര ദുഃഖം വേണമെങ്കിലും തന്നോ, അപ്പൊ എനിക്ക് ഭഗവാന്റെ ദർശനം കിട്ടുമല്ലോ. ഭഗവാന്റെ ദർശനം എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഭഗവാന്റെ ദർശനം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ടുള്ള ദർശനം അല്ലെങ്കിൽ പരോക്ഷമായിട്ടുള്ള ദർശനം. അതായത് നമുക്ക് ആപത്ത്. എന്നോട് ഒരു സ്വസ്തികയിൽ ഒരു ഗോപിക പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഭഗവാനോട് യാത്ര ചോദിച്ചിട്ട് പോണ ആളാണ്, എന്നിട്ട് എനിക്കൊരു ആക്സിഡന്റ് പറ്റി സ്വസ്തിക. എന്തിനാ ഭഗവാൻ എനിക്ക് എങ്ങനെ ആക്സിഡന്റ് തന്നത്? എന്റെ ഭക്തി ഇഷ്ടമല്ല, എന്നെ ഭഗവാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ എന്താ മറുപടി പറയാന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഇത് കിട്ടിയത്. അപ്പൊ ഞാൻ ആ കുട്ടി ഇത് കാണുകയാണെങ്കിൽ അതിനുള്ള മറുപടിയാണിത്. എപ്പോഴും ഭഗവാനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ദുഃഖം തന്നത്. എന്നിട്ട് അതിൽ നിന്നൊക്കെ ഭഗവാൻ കരകയറ്റണില്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് ദുഃഖം തന്നതെന്ന് പറഞ്ഞാൽ ഉത്തരം അതാണ്. ഇപ്പൊ കുന്തിദേവി പറഞ്ഞ കേട്ടില്ല, ആപത്ത് സംഭവിക്കട്ടെ അപ്പോഴല്ലേ ഞാൻ ഭഗവാനെ ഓർക്കുള്ളൂ, അപ്പോഴല്ലേ ഭഗവാൻ. അപ്പോ നമ്മള് ആശുപത്രി കിടക്കയിൽ വേദന സഹിച്ച് നമ്മൾ കിടക്കുമ്പോ നമ്മൾ പിടിക്കുന്നത് ഭഗവാന്റെ കയ്യിലാണ്. അപ്പൊ ഭഗവാൻ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്, ഭഗവാൻ നമ്മുടെ കയ്യിൽ മുറുക്ക പിടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ പരോക്ഷമായിട്ട് പ്രത്യക്ഷമായിട്ട് ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് ആപത്ത് തരുന്നത്. അപ്പോൾ നമ്മൾ ഭഗവാനെ കഠിനമായിട്ട് വിളിക്കും, നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം കിട്ടും, നമുക്ക് കൃഷ്ണാനുഭവം കിട്ടും. ഭഗവാനെ കാണാൻ പറ്റും. സ്വപ്നത്തിൽ ഭഗവാൻ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന പോലെ തോന്നും, ഭഗവാൻ നമ്മളെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നും, ഭഗവാന്റെ മുരളീഗാനം നമുക്ക് കേൾക്കാൻ പറ്റും ഉപബോധ മനസ്സില്. ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ആളാണ്. എനിക്ക് ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് എനിക്ക് തലയ്ക്ക് അടിപറ്റി, എനിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോ ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഭഗവാൻ എന്തേ എനിക്ക് തന്നു. പക്ഷേ എന്റെ ഉപബോധ മനസ്സിൽ മുഴുവനും ഞാൻ കൃഷ്ണ 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 എന്നാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എല്ലാ സമയവും എന്റെ ഭഗവാൻ ഉള്ള ഫീലാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അതുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടായി, എനിക്ക് രുചിയും മണവും നഷ്ടപ്പെട്ടു. എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും എനിക്ക് ഒരുപാട് 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 ഭഗവാൻ വേറെ എന്തൊക്കെയോ എനിക്ക് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുകയാണ്, തരുകയാണ്. അപ്പോ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാലേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ നഷ്ടങ്ങൾ ഉണ്ടാവും, പക്ഷെ അതിലും കൂടുതലായിട്ട് ഭഗവാൻ എന്തെങ്കിലോ നമുക്ക് തരും. അപ്പൊ അങ്ങനെ അപ്പോഴും ഭഗവാനെ വിട്ടുകളയരുത് നിങ്ങൾ. ആ ഉപബോധ മനസ്സിൽ ഞാൻ കൃഷ്ണ 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 എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. അത് എന്റെ അടുത്തുണ്ട്
കാണുന്നുണ്ടായിരുന്നു ഭഗവാൻ, ഞാൻ കാണുന്നുണ്ടായിരുന്നിട്ടുണ്ടാവും ഭഗവാനെ. അപ്പൊ ആ സാമീപ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, എന്റെ ആ ഓർമ്മകളിൽ മുഴുവനും ഞാൻ കൃഷ്ണ എന്ന് വിളിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് വേദന എനിക്കിപ്പോ ഓർമ്മയില്ല, ഞാൻ അനുഭവിച്ച വേദനകൾ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഭഗവാൻ ഇതുപോലുള്ള ദുഃഖങ്ങൾ തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ എനിക്ക് അപ്പോ അങ്ങനെ ഉണ്ടാവുമ്പോഴല്ലേ, അങ്ങനെ ദുഃഖങ്ങൾ തരുമ്പോഴല്ലേ നമ്മുടെ ഈ കർമ്മബന്ധങ്ങളൊന്നൊക്കെ വിട്ട് പുനർജന്മ ഇല്ലാത്ത, സംസാര ദുഃഖം ഇല്ലാത്ത ഭഗവാന്റെ ലോകത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോഴല്ലേ അങ്ങയുടെ ദർശനം നമുക്ക് സാധിക്കുകയുള്ളൂ. ഭഗവാന്റെ ദർശനം എന്നുള്ള ഇവിടെ രണ്ടാമത്തെ മീനിങ് എന്ന് പറഞ്ഞാല് ദുഃഖം വരുമ്പോൾ മാത്രമേ നമ്മൾ ഭഗവാനെ കുറിച്ച് അന്വേഷിക്കുള്ളൂ, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ തോന്നുള്ളൂ, ഭഗവാന്റെ പാട്ടുകൾ കേൾക്കണം തോന്നുള്ളൂ, അമ്പലത്തിൽ പോകണം തോന്നുള്ളൂ. അപ്പോ നമുക്ക് ദുഃഖം വരുമ്പോഴാണ് നമ്മൾ ഭഗവാനെ തിരിച്ചറിയണത്, ഭഗവാനിലേക്ക് എത്തുന്നത്. അപ്പോ കുന്തിദേവി പറയണേ, എനിക്ക് ദുഃഖം തരൂ കൃഷ്ണ എന്നാണ് പറയുന്നത്. ജന്മൈശ്വര്യ ശ്രുത ശ്രീഭി ഏതമാന മതപുമാൻ നൈവാഹത്യ ധാതും വൈ ത്വാമ കിഞ്ചന ഗോചരം. മതാണ് മനുഷ്യർക്ക് എല്ലാവർക്കും. അങ്ങനെ മതമുള്ളവർക്ക് ഭഗവാനെ ഒരിക്കലും ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കില്ല. മനുഷ്യന് നാനാതരത്തിലാണ് മതം ഉള്ളത്. എങ്ങനെയുള്ള മതങ്ങളാണ് ഉള്ളത്? കുന്തിദേവി പറയാണ്, ചിലർക്ക് ഉന്നത കുലത്തില് ജനിച്ചു എന്നുള്ള മതാണ്, അഹങ്കാരാണ്. ചിലർക്ക് കണക്കില്ലാത്ത ധനത്തിനുടമയാണ് താനെന്നുള്ള അഹങ്കാരാണ്. ചിലർക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ള അഹങ്കാരാണ്. ചിലർക്ക് വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് ഒരു വിദ്യാഭ്യാസം ഇല്ല, എന്നിട്ട് ഞാൻ ഈ പദവിയിലെത്തിയില്ലേ, ഞാൻ ഈ അധികാരത്തിലെത്തിയില്ലേ, അങ്ങനെയുള്ള മതാണ് ചിലർക്ക്. ഒരു വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഞാൻ എവിടെയോ എത്തി. അതെന്തുകൊണ്ട്? മുജന്മ സുഹൃതം കൊണ്ട്. അവരുടെ മുജന്മ സുഹൃതം കൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ഒരു അധികാര സ്ഥാനത്ത് അവരെ എത്തിച്ചത്. എന്നിട്ട് അത് തിരിച്ചറിയാതെ മതം, അഹങ്കാരം കൊണ്ട് ഭഗവത് നാമം ഉച്ചരിക്കാൻ അവർക്ക് തോന്നില്ല. അങ്ങനെ മതമുള്ളവർക്ക് ഇങ്ങനെ എന്തിന്റെങ്കിലും പേരിൽ അടിക്കടി അഹങ്കാരത്തോടുകൂടി ഇരിക്കുന്നവർക്ക് ഒരിക്കലും ഭഗവാന്റെ നാമം ജപിക്കാൻ തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വസ്തികയിലെ ഗോപിമാരോട് പറയുന്നത്, നിങ്ങൾ അങ്ങനെയുള്ള ആളുകളോട് എത്ര നിങ്ങൾ നാമം ചൊല്ലാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് അവർക്ക് നാമം ജപിക്കാൻ തോന്നാത്തത്? മതം, അഹങ്കാരം ഉള്ളതുകൊണ്ട്. ഈ പറയുന്ന കൂട്ടരാണ് അവരെല്ലാം. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഭഗവാനെ ഇപ്പൊ അറിയാൻ തോന്നില്ല. പക്ഷെ ദുഃഖം വരുമ്പോ അവര് വരും. അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ നാമം ജപിക്കാൻ തോന്നില്ല. അകിഞ്ചനന്മാരായിട്ടുള്ളവർക്ക്, അകിഞ്ചനന്മാർ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് എന്ന് പറഞ്ഞാല്, നേരത്തെ ഞാൻ പറഞ്ഞത്, സ്വന്തമായിട്ട് എനിക്ക് ഒന്നുമില്ല കൃഷ്ണ, എല്ലാം ഭഗവാനാണ് എനിക്ക് സമ്പത്തായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ കൃഷ്ണ എന്ന് പറയുന്നവരാണ് അകിഞ്ചനൻ. സ്വന്തമായിട്ട് ഒന്നുമില്ല, എനിക്കുള്ളത്, എനിക്ക് കഴിവുണ്ടെങ്കിൽ, എനിക്ക് ധനം ഉണ്ടെങ്കിൽ, എനിക്ക് പദവി ഉണ്ടെങ്കിൽ, എനിക്ക് പണം ഉണ്ടെങ്കിൽ, എനിക്ക് പ്രശസ്തി ഉണ്ടെങ്കിൽ, എല്ലാത്തിനും കാരണം എന്റെ ഭഗവാനാണ്, എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല കണ്ണ എന്ന് ചിന്തിക്കുന്നവരാണ് അകിഞ്ചനന്മാർ എന്ന് പറയുന്നത്. അകിഞ്ചനന്മാർക്ക് മാത്രമേ ഭഗവാൻ തന്റെ ദർശനം അരുളുകയുള്ളൂ. അവർക്ക് മാത്രമേ ഭഗവാന്റെ കഥ കേട്ടാല് മനസ്സിലാവുകയുള്ളൂ. അവർക്ക് ഭക്തി കൊണ്ട് കണ്ണു നിറയും, അവർ കരയും, അവർ ചിരിക്കും ഭഗവാനെ ഓർത്തിട്ട്. അവർക്ക് ഭഗവാന്റെ ലീലകൾ ആസ്വദിക്കാൻ സാധിക്കും. അവർക്ക് ഭക്തിയുള്ളവരെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും. അവർക്ക് എപ്പോഴും സത്സംഗങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതാണ് അകിഞ്ചനന്മാർ എന്ന് പറയുന്നവര്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവർ പരമധനമായി കാണുന്നത് ഭഗവാനെയാണ്. അവർക്ക് ഏറ്റവും വലിയ ധനം, ഏറ്റവും അവരുടെ ഐശ്വര്യം, അവരുടെ എല്ലാത്തിന്റെയും എല്ലാം ഭഗവാനാണ്. ഭഗവാനെയാണ് എല്ലാത്തിനും മീതി അവർ കാണുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭഗവാൻ തന്റെ ദർശനം അരുളുകയുള്ളൂ. അതായത് സ്വസ്തികയിലെ കഥ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയാത്തത്. കാരണം സ്വസ്തികയിലെ കൃഷ്ണന്റെ കഥകൾ കേൾക്കാൻ യോഗമുള്ളവര് ഇവിടെ വരും. ഇതിന്റെ യൂട്യൂബ് ചാനലിലോ ഇതിന്റെ ഫേസ്ബുക്ക് ചാനലിലോ വരും. അവരെ ഭഗവാൻ എത്തിക്കും. അപ്പോഴേ അവർക്ക് കേൾക്കാൻ യോഗം ഉണ്ടാവുള്ളൂ. അവർക്ക് മാത്രമേ ഭഗവാൻ ആ ദർശനം അരുളുകയുള്ളൂ എന്ന് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇനി ഷെയർ ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ കമന്റ് ചെയ്യണമെന്നോ ഒരു കാര്യവും വേണ്ട. ഭഗവാന്റെ കഥകൾക്ക് ഇതൊന്നും ആവശ്യമില്ല. കാരണം അത് എത്തേണ്ടടുത്ത് എത്തേണ്ട ആളുകളെ ഭഗവാൻ എത്തിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് അറിയാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള അകിഞ്ചനന്മാര് നിന്നെയാണ് പരമധനമായി കാണുന്ന എന്റെ കൃഷ്ണ. മറ്റെല്ലാം വലിച്ചെറിഞ്ഞ് നിന്നെ മാത്രം തങ്ങളുടേതായി കണക്കാക്കുന്ന അവരെയാണ് നീയും സ്വന്തം സ്വത്തായി പരിഗണിക്കുക. അത് ഭഗവാൻ പറയുന്നുണ്ട്. എനിക്ക് ആരോട് പാർഷ്യാലിറ്റി ഇല്ല, പക്ഷെ എന്നെ ആരാണോ സ്നേഹിക്കുന്നത് അവരിൽ ഞാനും എന്നിൽ അവരും എപ്പോഴും സ്ഥിതി ചെയ്യുന്നു. അപ്പൊ അങ്ങനെ എല്ലാം വലിച്ചെറിഞ്ഞ് തന്നെ മാത്രം പരമധനമായി കാണുന്ന അവരെ ഭഗവാൻ സ്വന്തം സ്വത്തായി കണക്കാക്കണു എന്നാണ് പറയുന്നത്.
അപ്പോ അങ്ങനെ എന്നിട്ട് എന്താ പറയുന്നത്, നമോ കിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയെ ആത്മാരാമായ ശാന്തായ കൈവല്യപദയെ നമഃ. അങ്ങനെ ധർമാർത്ഥങ്ങളാകുന്ന വിഷയങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത ആത്മാവിൽ രമിക്കുന്നവനായ ആത്മാരാമനാണല്ലോ നീ. രാഗദ്വേഷാദികളിൽ നിന്നും നിവൃത്തനായ ആ ശാന്തമൂർത്തിയെ ഞാനൊന്ന് നമസ്കരിക്കട്ടെ. വീണ്ടും വീണ്ടും പറയാണ്, ഭഗവാൻ എന്ന് പറയുന്ന ശാന്തനാണ്, ആത്മാവിൽ രമിക്കുന്നവനാണ്, രാഗദ്വേഷങ്ങൾ ഇല്ലാത്തവനാണ്, ആരോടും പ്രതിപത്തിയില്ല, ആരോടും പ്രത്യേകമായിട്ടുള്ള അറ്റാച്ച്മെന്റും ഇല്ല, ആരോടും പാർഷ്യാലിറ്റി ഇല്ല, ഒന്നുമില്ലാത്ത ആത്മാവില് ആനന്ദം കണ്ടെത്തുന്ന ആളാണ്. എന്തിനും ഒന്നിനും വേണ്ടിയല്ലാതെ ഭഗവാൻ ഒരു കാരണവും വേണ്ട. ഭഗവാൻ ആനന്ദത്തിന് സദാ ആനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ. അങ്ങനെ ഒരു ഇതാണ് നമുക്കും വേണ്ടത്. ഒരു പ്രത്യേക വ്യക്തിയിലോ വസ്തുവിലോ ആനന്ദം കണ്ടെത്താതെ സ്വയം ചിരിക്കുക. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്, ഭഗവാൻ നമ്മളെ കാണുന്നുണ്ട്, ആ ഭഗവാൻ എന്നുള്ളതിൽ ആനന്ദിക്കുക. അങ്ങനെയുള്ളവരെയാണ് ആത്മാരാമൻ, ആത്മാവിൽ രമിക്കുന്നവര്. ആ ആത്മാരാമനായിട്ടിരിക്കുന്ന ആ ഭഗവാനെ അങ്ങേക്ക് എന്റെ നമസ്കാരം. ജീവന്മാർക്ക് മോക്ഷം നൽകുന്ന, ജീവാത്മാവിന് മോക്ഷം നൽകുന്ന അങ്ങേക്ക് എന്റെ നമസ്കാരം. അങ്ങനെ 10ാമത്തെ ശ്ലോകമായി. അടുത്ത 11ാമത്തെ ശ്ലോകം. അങ്ങ് ആദിയും അന്തവും ഇല്ലാത്ത, ഇപ്പൊ എത്ര സമയമായി? 8:49 ആയില്ലേ. ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് കഴിയുന്നു, 26 ശ്ലോകത്തിലുള്ളത് വേഗം കഴിയുന്നു വിചാരിച്ചു. അടുത്ത ശ്ലോകം. മന്യേ ത്വാം കാലം ഈശാനാം അനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിധ കലിഹി. അതായത് അങ്ങ് ആദിയും അന്തമില്ലാത്ത കാലസ്വരൂപനായ ജഗന്നിയന്താവും ജഗൽ പ്രഭുവുമാണ്. ആ നിരക്ക് എല്ലാവരിലോടും സമഭാവനയാണ്. പിന്നെയും ഈ കലഹം ഉണ്ടാക്കണവർക്കാണെങ്കിലോ, കലഹം ഉണ്ടാക്കണവരിൽ കലിയായിരുന്നു കൊണ്ട് കാലമാകുന്ന കാലസ്വരൂപനായിരുന്നു കൊണ്ട് അതിനെയും നശിപ്പിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലി ദ്വേഷഭാവത്തിൽ ഇരിക്കുന്നവർക്ക് സർവനാശം ഉണ്ടാക്കി, അവരിൽ കലി ബാധിപ്പിച്ച് അവരിൽ സർവനാശം ഉണ്ടാക്കി അവരെ കാലയവനികൾക്കുള്ളില് ഇല്ലാതെയാക്കി തീർക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ന വേദ കശ്ചിത് ഭഗവൻ ചകീർഷിതം തവേഹ മാനസ്യ നൃണാം വിഡംബനം ന യസ്യ കശ്ചിത് ദയിതോസ്തി കർഹിജിത് ദേഷ്യശ്ച യസ്മിൻ വിഷമാ മദ നൃണാം. ഇതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ കലഹം എന്ന് പറഞ്ഞതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരുന്നതാണ്. പണ്ട് നമ്മുടെ ഞാൻ ഇതൊരു മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ പളനിയില് സുബ്രഹ്മണ്യന്റെ ആ വിഗ്രഹം മാറ്റണം എന്ന് പറഞ്ഞ് കുറെ ആളുകൾ തമ്മിൽ തല്ലി. അവസാനം ആ വിഗ്രഹം മാറ്റിയതുമില്ല, തമ്മിത്തല്ലിയ ആളുകളൊക്കെ മരിച്ച് മണ്ണടിഞ്ഞ് കാലാവശേഷമായി പോയി. അതുപോലെ ഇപ്പോ ശബരിമലയിൽ പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ അടിപിടി കൂടണോ, തല്ലുംപിടി കൂടണോ, അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം. ഈ പ്രശ്നം ഉണ്ടാക്കിയവര്, പ്രശ്നത്തിന് നിന്നവര് എല്ലാവരും കാലയവനികൾക്കുള്ളിൽ ഒരു കാലത്ത് പോകും. അപ്പോഴും ശബരിമല എന്ന് പറയുന്ന അതുപോലെ തന്നെ അതിലെ ആചാര സമ്പ്രദായങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കും. ഈ തല്ലുംപിടി കൂടിയതും ബഹളം ഉണ്ടാക്കിയതും പ്രശ്നം ഉണ്ടാക്കിയതും ഒക്കെ പോകും. മനസ്സിലായോ? പറഞ്ഞതിന്റെ അന്തരാർത്ഥം മനസ്സിലായോ? അപ്പൊ അതാണ്, നമ്മളൊക്കെ കാലമാകുന്ന ആ തിരയില്, ഭഗവാനാണ് കാലം, ആ കാലാകുന്ന തിരയിൽ നമ്മളൊക്കെ ഒരു ദിവസം നാമാശേഷമായി പോവും. പിന്നെ എന്തിന് ആരോട് തല്ലുപിടി കൂടണോ, ആരോട് കലഹിക്കണോ, എന്ത് കാര്യമുണ്ട്? കേസ് കൊടുക്കണു, വാദിക്കണു, ബഹളം വെക്കണു, പ്രൊട്ടക്ഷൻ ചോദിക്കണു, എല്ലാം ഈ വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്നുള്ളത് പരമമായ സത്യമാണെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും തിരിച്ചറിയൂ. കാരണം കാലമാകുന്ന യവനിക അടയുമ്പോ നമ്മളൊക്കെ നാമാവശേഷമായി പോവും. അപ്പോഴും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അനാദി കാലങ്ങളോളം അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യും. അത് ആർക്കും മാറ്റാൻ സാധിക്കില്ല. ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ മാറ്റാൻ സാധിക്കുള്ളൂ. അപ്പോ അങ്ങനെയുള്ള ഭഗവാൻ അങ്ങനെ ഏതിപ്പോ ഏതുവരെ പറഞ്ഞു? ന വേദ കശ്ചിത് ഭഗവാൻ ചികീർഷിതം തവേഹമാന്യസ്യ നൃണാം വിഡംബനം യസ്യ കശ്ചിത് ദയിതോസ്മി കർഹിചിത് ദേഷ്യശ്ച യസ്മിൻ വിഷമാം അത് നൃണാം. അതായത് ഭഗവാൻ അവതാരങ്ങളിൽ അങ്ങ് മനുഷ്യരീതികൾ അനുകരിക്കുമ്പോ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ആർക്കും അറിയണില്ല. അതായത് ഭഗവാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നടനായിട്ട്, ആളൊരു വേഷമൊക്കെ കെട്ടിയിട്ട് ഒരു നടനായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ അയാളുടെ അഭിനയം മാത്രമേ കാണുന്നുള്ളൂ. അയാൾ എന്താണെന്നുള്ള അയാളുടെ യഥാർത്ഥ സ്വത്വം അപ്പോൾ അവിടെ മറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഭഗവാൻ മനുഷ്യരൂപത്തിൽ വന്ന് ലീലകളാടുകയാണ്. അത് കണ്ടിട്ടാണ് നമ്മൾ ഭഗവാൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഭഗവാൻ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, ഭഗവാൻ എന്താണ് ചെയ്തുകൂടാത്തത്,
ഭഗവാൻ എല്ലാം ചെയ്യാം, എന്തും ചെയ്യാൻ സാധിക്കും ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ കേവലരായിട്ടുള്ള മനുഷ്യർ വന്നിട്ട് ഭഗവാൻ അങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി, ഭഗവാൻ അങ്ങനെ കംസനെ അമ്മാവനെ വധിച്ചത് ശരിയായില്ല, ഭഗവാൻ ഗോപികമാരുടെ ആ നൃത്തം ചെയ്തത് അത് ശരിയായില്ല, അങ്ങനെ പറയാൻ എന്ത് യോഗ്യത നമുക്കുണ്ട്? ഭഗവാനാണ്, എല്ലാവർക്കും മേലിരിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ആളെനെ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പറയാൻ ഒരു യോഗ്യതയും നമുക്കില്ല. കാരണം ഈശ്വരനാണ്, പരമാത്മാവാണ്, പരംപുരുഷനാണ്. അദ്ദേഹം മനുഷ്യരൂപത്തിൽ വന്ന് ലീലകൾ ആടുകയാണ്. അങ്ങനെയുള്ള ആളെനെ നമുക്ക് യാതൊരു രീതിയിലും നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മുടെ സാധാരണ നമ്മുടെ കേവലം മനുഷ്യരുടെ പ്രവർത്തികളും മനോവികാരങ്ങളുമായി കൂട്ടിക്കലർത്തുകയോ താരതമ്യമോ ചെയ്ത് വിമർശിക്കുകയോ വിശകലനം ചെയ്യുകയോ അരുത്. അത് വൃഥാണ്. ഞാൻ ഈ മഹാഭാരതമൊക്കെ എടുത്തിട്ട് ഓരോ ആളുകള് എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കൃഷ്ണൻ അങ്ങനെയാണ്, കൃഷ്ണൻ ഇങ്ങനെയാണ്, അതില് ഭീമനാണ് ഏറ്റവും വലുത്, അതിൽ അർജുനനാണ് മഹത്, അതിൽ കർണനാണ് ഏറ്റവും വലുത്. പക്ഷെ അവിടെയാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ കാണേണ്ടതിനെ അവരാരും കാണണില്ല. എന്നിട്ട് വേറെ അതായത് സൂര്യനെ കാണാതെ സൂര്യന്റെ ചുറ്റും കറങ്ങണ കുറെ ഗ്രഹങ്ങളെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് എന്ത് കാര്യമുണ്ട്? സൂര്യൻ ഉള്ളത് കൊണ്ടാണ് ഈ ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ കറങ്ങണത് എന്ന് മനസ്സിലാക്കണില്ല. അപ്പൊ ഇങ്ങനെയുള്ള എഴുത്തുകള്, ഇങ്ങനെ പ്രകീർത്തിക്കണ കുറെ സൃഷ്ടികളൊക്കെ കൊണ്ട് ആർക്ക് എന്ത് ഉപയോഗമാണുള്ളത്? ഇത് മനുഷ്യനെ നെഗറ്റീവായിട്ട് വിപരീത ബുദ്ധിയിലേക്ക് നയിക്കും എന്നുള്ളതല്ലാണ്ട് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ ഇങ്ങനെയുള്ള ഈ പൈങ്കിളി നോവൽസ്, ഈ മഹാഭാരതമൊക്കെ എടുത്തു വെച്ചിട്ട് അവരുടേതായ രീതിയിൽ അപഗ്രഥിച്ചുകൊണ്ട് എഴുതുന്ന ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ ആർക്കും ഒരു ഉപയോഗമില്ല. പരസ്പരം കലഹിക്കുക, അവരുടേതായ മാനസിക മനോവികാരങ്ങൾ വെച്ചുകൊണ്ട് ഈശ്വരനെ വിശകലനം ചെയ്യുക എന്ന് പറയുന്ന വെറും മണ്ടത്തരമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവസാന കാലത്ത് ഈ എഴുതിയ ആളുകളൊക്കെ അവരുടെ അവസാനത്തെ കാലത്ത് പശ്ചാത്തപിക്കും. ചെയ്തത് തെറ്റായിപ്പോയി, എത്ര മനുഷ്യരെയാണ് തെറ്റിദ്ധരിപ്പിച്ചത് എന്ന് പറഞ്ഞ് അവര് പശ്ചാത്തപിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. ഭഗവാനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മോശമായിട്ട് അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും എടുത്ത് വിശകലനം ചെയ്തവരൊക്കെ അവരുടെ അവസാനത്തെ കാലത്ത്, അവസാന കാലം അവർ ഒരു തവണ ഭഗവാനെ വിളിക്കും. ആ സമയത്ത് മാത്രം അവര് ഭഗവാനോട് ക്ഷമ ചോദിക്കും. പക്ഷെ അപ്പൊ അവര് ചെയ്തിരിക്കുന്ന മഹാപരാധാണ്. കാരണം എത്ര ആളുകളാണെന്നറിയാമോ ഇത് വായിച്ചിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവര് ചെയ്തിരിക്കുന്ന മഹാപരാധാണ്. ആ പുസ്തകങ്ങളൊക്കെ വലിച്ചെറിയുകയോ ആ പുസ്തകങ്ങളൊക്കെ കത്തിച്ചു കളയുകയോ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഭഗവാനെയൊക്കെ ദേഷിച്ച് എഴുതിയിരിക്കുന്നവരുടെ പുസ്തകങ്ങള് ഒരിക്കലും ഭക്തരായ ആളുകള് വായിക്കരുത്. വായിച്ചോളൂ, വായിച്ചിട്ട് സ്വയം ചിന്തിക്കുക എത്ര കേവലായിട്ടാണ് ഇവരുടെ മായയെ, ആ മായയെ കുറിച്ചിട്ടാണ് നമ്മൾ അപ്പൊ ചിന്തിക്കേണ്ടത്. എത്രമാത്രം മായയിൽ പെട്ടിരിക്കുന്നു ഇവരെല്ലാം എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ അങ്ങനെ വിശാൻ മഹാഗ്നേ പുരുഷാ ദദർശന ദ സത്സഭായ വനവാസ കൃച്ഛൃത മൃദേനേക മഹാരഥാസ്ത്രതോ ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേഭിരക്ഷിതാഹ. അപ്പോ എന്തൊക്കെ ആപത്തുകളിൽ നിന്നാണ് സോറി ഇത് വേറെ, ഇത് 7th ആണ് ആ പറഞ്ഞതിന്റെ അതില് നേരത്തെ. അപ്പൊ ഇതുപോലെ ഒരുപാട് ആപത്തുകളിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചു. അപ്പൊ ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്നുള്ളത് ആർക്കും അറിയില്ല. ചിലപ്പോ കൊറോണ വൈറസ് ആയിട്ട് വരെ ഭഗവാൻ അവതരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ആർക്കും അറിയില്ല. ചിലപ്പോ വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ മനുഷ്യരില് ഓരോ എന്താ പറയാ മരുന്നായിട്ട് ആ ധന്വന്തരി മൂർത്തിയായിട്ട് അതിനെ എതിർക്കാനുള്ള മരുന്നായിട്ട് അവതരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അത് ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ അത് തോന്നിക്കണമെങ്കിൽ അതും ഭഗവാനാണ്. അവിടെയും ഭഗവാൻ അവതരിച്ചാലേ അവർക്ക് ആ ബുദ്ധി കിട്ടുള്ളൂ. ഏത് അസുഖത്തിന് ഏത് മരുന്ന് ഉപയോഗിക്കണം, ആ ഭേദ ബുദ്ധി ജനിക്കണമെങ്കിൽ, ബോധം ജനിക്കണമെങ്കിൽ അവിടെയും ഭഗവാൻ വേണം. അപ്പൊ ഭഗവാൻ ഇല്ലാതെ ഒരു എല്ല പോലും അനങ്ങണില്ല. ജന്മകർമ്മച വിശ്വാത്മൻ അജാസ്യ കർത്തുരാത്മനഃ തിര്യംനൃഷിച്ചു യാദസു തദദ്യന്ത വിഡംബനം. അതായത് വിശ്വാത്മാവായ ഭഗവാൻ, ആത്മാവായ അങ്ങേക്ക് ജന്മമോ കർമ്മമോ ഇല്ല തന്നെ. എന്നാലും മനുഷ്യ, മൃഗങ്ങൾ, ഋഷിമാർ, യദുക്കൾ എന്നിവർക്കിടയിൽ അങ്ങ് അവതരിച്ചു എന്നത് അങ്ങയുടെ ലീലയാണ്. അതായത് ഭഗവാൻ ഇപ്പൊ വന്നിട്ട് കർമ്മം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഭൂമിയില്.
സൃഷ്ടിയൊക്കെ നടത്തിയിട്ട് മാറിയിരുന്ന് നമ്മള് അതായത് ഡയറക്ടർ അഭിനേതാക്കളെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ട് അങ്ങോർക്ക് മാറി ഇരുന്നിട്ട് ഇത് വിശകലനം ചെയ്താൽ മാത്രം മതി. ഡയറക്ടർക്ക് വന്ന് അഭിനയിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഭഗവാൻ അതും ചെയ്തു ഭഗവാൻ. മനുഷ്യനായിട്ട് അവതരിച്ചു, മൃഗമായിട്ട് അവതരിച്ചു, ഋഷിമാരുടെ ഇടയിൽ അവതരിച്ചു, യദുക്കളുടെ ഇടയിൽ അവതരിച്ചു. ഇതൊക്കെ എന്താണ്? ഭഗവാന്റെ ലീലകളാണ്. ഈ അവതാരമൊക്കെ ഭഗവാന്റെ ലീലകളാണ് എന്നാണ് പറയുന്നത്. ഭഗവാൻ ഒരാവശ്യമില്ല ഇങ്ങനെ അവതരിച്ച് വരാനൊന്നും. അപ്പൊ എന്തിനാ ഭഗവാൻ അവതരിച്ചു വരുന്നത്? സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ദേവന്മാർക്ക് വേണ്ടിയിട്ട്, തന്നിൽ അഭയം കണ്ടെത്തുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചിട്ട് മനുഷ്യനായിട്ടും മൃഗമായിട്ടും ഒക്കെ ഭഗവാൻ അവതരിച്ചു. കൂർമ്മ അവതാരം എടുത്തു. അത് ഇതിൽ എഴുതിയിട്ടുണ്ട്, മത്സ്യരൂപം ധരിച്ച് ജലജന്തുവായി ഭഗവാൻ വന്നു. കൂർമ്മ രൂപം എടുത്ത് ജലത്തിലും കരയിലും ജീവിക്കുന്ന ജന്തുവായി. വരാഹാവതാരത്തിൽ തനി കാട്ടുപന്നിയായി. അങ്ങനെ നരസിംഹായി, ഹയഗ്രീവനായി, പരശുരാമനായി, ഋഷിവര്യന്മാരുടെ ഇടയിൽ പരശുരാമനായി, മനുഷ്യനായിട്ട് കോസല രാജാവായ ശ്രീരാമചന്ദ്രനായി. ഇങ്ങനെ ഭഗവാൻ എല്ലാ രീതിയിലും അവതാരം എടുത്തത് എന്തിനാണ്? ലീലകളാടാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം എടുത്തത്. പിന്നെ രാമകൃഷ്ണന്മാരായി അവതാരം എടുത്തു ഭഗവാൻ. വരുന്നത് സസന്തോഷം പരാതികളില്ലാതെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ രാമകൃഷ്ണന്മാരായിട്ടും അവതാരം എടുത്തു ഭഗവാൻ. എന്നാൽ ഭഗവാന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഏത് കർമ്മത്തിൽ ഭഗവാൻ വ്യാപൃതനായാലും ഫുൾ ഇൻവോൾവ്മെന്റ് ആണ്. ഭഗവാൻ ഏത് അവതാരം എടുത്താലും അത് ഫുള്ളി ഇൻവോൾവ് ആവും, അതായി മാറും ഭഗവാൻ. വരാഹാണെങ്കിൽ തനി കാട്ടുപന്നിയായി മാറും. ഋഷിവര്യനാണെങ്കിൽ കറക്റ്റ് ഋഷിയായിരിക്കും. മനുഷ്യാവതാരാണെങ്കിൽ കറക്റ്റ് മനുഷ്യനായിരിക്കും. അങ്ങനെ ഫുള്ളി ഇൻവോൾവ് ആയിട്ടാണ് ഭഗവാൻ അവതാരം എടുക്കുക. ഭഗവാൻ അവതാരം എടുക്കുക, ഇൻവോൾവ് ആവാൻ മാത്രമല്ല ഇതിലൊന്നും കർത്തൃത്വ ബാധം കാണിക്കില്ല. ഇതൊന്നും ഞാൻ ചെയ്തതാണെന്ന് പറയേയില്ല. ശ്രീരാമനോട് ഋഷിവര്യന്മാർ വന്ന് പറയാം അങ്ങും വിഷ്ണുവാണ് എന്ന് പറയുമ്പോൾ ശ്രീരാമൻ ചോദിക്കും, ഞാൻ വിഷ്ണുവാണെന്നുണ്ടെങ്കിൽ എന്താണ് വിഷ്ണുവിന്റെ ഗുണം എനിക്കില്ലെന്ന് നിങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരൂ, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത്. അതായത് മായ ബലരാമൻ മറക്കണു. ബലരാമൻ ഭഗവാനാണ്, ഭഗവാന്റെ അംശമാണ്. എന്നാൽ ബലരാമൻ ഭഗവാനാണെന്നുള്ള കാര്യയെ മറന്നുകൊണ്ടാണ് ഭഗവാൻ ലീലയാടുന്ന സമയത്ത് ഭഗവാനല്ല അവിടെ ഒരു അവതാരം മാത്രമാണ്. അതിൽ ഫുള്ളി ഇൻവോൾവ് ആവുകയാണ്. അവിടെ താൻ ഈശ്വരനാണെന്നുള്ള ചിന്ത അങ്ങ് മറന്നുപോവാണ്. ചെയ്യണ പ്രവൃത്തിയിലെ കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റ് ആണ് ഭഗവാൻ ചെയ്യുക. അങ്ങനെയുള്ള ഭഗവാൻ ഞാനാണ് ചെയ്യണെന്നുള്ള അഭിമാനം ഇല്ലാതെ എല്ലാം ചെയ്യണു. അങ്ങനെ തന്നെ നമ്മളും ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്. കർത്തൃത്വ ഭാവം ഇല്ലാതെ ഞാനാണ് ചെയ്യണത്, ഞാൻ പറയണു, ഈ കഥയൊന്നും പറയണത് ഞാനല്ല, ഇതൊക്കെ പറയണതും പ്രവർത്തിക്കണതും എന്നെ കൊണ്ട് പറയിപ്പിക്കണതും ചെയ്യിപ്പിക്കണതും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണതും പറയിപ്പിക്കണതും കേൾപ്പിക്കണതും ഒക്കെ ഭഗവാനാണ്. കേജിതാഹുരജം ജാതം പുണ്യ ശ്ലോകസ്യ കീർത്തയെ യഥോ പ്രിയസ്യാന്വവായേ മലയസ്യേവ ചന്ദനം. ജനനമില്ലാത്തവനായ അങ്ങ്, പരബ്രഹ്മത്തിന് ജനനവും ഇല്ല ഭരണവും ഇല്ല. പിന്നെ എന്തിനാ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഈശ്വരൻ എന്തിനാ ഒരു സ്ത്രീയുടെ ഗർഭത്തില് കുട്ടിയായിട്ട് ജനിച്ചെന്തിനാ? ജനനമില്ലാത്തവനായ അങ്ങ് പ്രിയനായ യദുവിന്റെ കുലത്തിൽ മലയപർവ്വതത്തിൽ ചന്ദന മരം എന്ന പോലെ ജനിച്ചത് എന്തിനു വേണ്ടി? ആൻസറും അവിടെ തന്നെ പറയുന്നുണ്ട്, ആ കുലത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി. എന്തിനു വേണ്ടി? ഒരു കഥയുണ്ട്. അയ്യോ ഇതെല്ലാം കൂടി ഞാനെങ്ങനെ പറയും, സമയമില്ലല്ലോ, 2 മണിക്കൂർ ആവോ. അതായത് ഭഗവാന്റെ അവതാര ഉദ്ദേശത്തിൽ ഒന്നാണ് യദുവംശത്തിനെ ഉയർത്തുക എന്നുള്ളത്. ഭഗവാന്റെ അവതാര ഉദ്ദേശമായിരുന്നു. എന്തിനാണ് യദുവംശത്തിനെ ഉയർത്തുക എന്ന് പറഞ്ഞാല് പണ്ട് നമ്മുടെ യയാതി അങ്ങ് മേലെ കൃഷ്ണന്റെ അങ്ങനെയുള്ള പൂർവികനാണ് യയാതി. യയാതിക്ക് എന്താ പറയാ, ഇത് വേണം, എന്താ യയാതിക്ക് യൗവനം വേണം. അപ്പൊ 5 മക്കളോട് ചോദിക്കും യൗവനം, അതായത് ഏതെങ്കിലും മക്കള് യൗവനം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാർദ്ധക്യം കുട്ടിക്ക് കൊടുത്തിട്ട്, മകന് കൊടുത്തിട്ട് അദ്ദേഹത്തിന് കുറച്ചു കാലം കൂടി യൗവനം ആസ്വദിക്കാം. അദ്ദേഹത്തിന് ഈ യൗവനം ആസ്വദിച്ച് മതിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോ 5 മക്കളും നിഷേധിച്ചു. ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ എങ്ങനെ വാർദ്ധക്യം എടുക്കുക, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയും. പക്ഷേ ഒരാള് മാത്രം, പുരു മാത്രം പറയും അച്ഛൻ ഇഷ്ടമുള്ള സമയം വരെ യൗവനം ആസ്വദിച്ചോളൂ, അച്ഛന്റെ വാർദ്ധക്യം എനിക്ക് തന്നോളൂ എന്ന് പറയും. അപ്പോ ആദ്യത്തെ മൂത്ത 5 പുത്രന്മാർക്ക് രാജ്യം കൊടുക്കാതെ 5ാമത്തവനായ പുരുവിന് രാജ്യം കൊടുത്തിട്ടാണ് പിന്നീട് യയാതി തന്റെ വാർദ്ധക്യം സ്വീകരിച്ചുകൊണ്ട് തപസ്സിനായിട്ട് സന്യാസം സ്വീകരിച്ചു പോകുന്നത്. അപ്പൊ ആദ്യത്തെ 5 മക്കളെ ഭ്രഷ്ടരാക്കുക ചെയ്യുന്ന രാജ്യത്ത് നിന്ന്. അങ്ങനെ അവർക്ക് ക്ഷത്രിയർ എന്ന് പറഞ്ഞ പദവി നഷ്ടമാകുന്നു. ആ 5 പേര് ആരൊക്കെയാന്ന് വെച്ചാല്, ഒന്ന് യദുവാണ്. യദുവിൽ നിന്നാണ് യാദവരുണ്ടായത്. തുർവസുവാണ് 2ാമത്തെ ആള്. അവരിൽ നിന്ന് യവനന്മാരുണ്ടല്ലോ, ഗ്രീക്കുകാര്. ദ്രുഹ്യുവിൽ നിന്നാണ് ഭോജവംശം എന്ന് പറഞ്ഞൊരു വംശം ഉണ്ടാവും.
അനുദ്രുഗ്യുവിൽ നിന്നാണ് മ്ലേച്ഛർമാർ ഉണ്ടാകുന്നത്. ഇന്ന് അഫ്ഗാനിസ്ഥാനിലൊക്കെയുള്ള മ്ലേച്ഛ വംശം എന്നാണ് അവർ പണ്ട് അറിയപ്പെട്ടിരുന്നത്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാന്റെ കുറച്ചു ഭാഗങ്ങള്, അഫ്ഗാനിസ്ഥാന്റെ ആ ഹിന്ദുക്കുഷ് പർവ്വത നിരകൾക്ക് അപ്പുറമുള്ള ഭാഗത്തുള്ള ആളുകളെയൊക്കെ മ്ലേച്ഛർ എന്നാണ് വിളിച്ചിരുന്നത്. അവര് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യയാദിയുടെ വംശജരാണ് അവര്. അപ്പോ യയാദിയുടെ അനുദ്രുഹ്യുവിൽ നിന്നാണ് മ്ലേച്ഛന്മാരുണ്ടാകുന്നത്. അങ്ങനെ ഈ 4 മക്കളെയും ഭ്രഷ്ടരാക്കി. യദുവിൽ നിന്നാണ് യദുവംശം ഉണ്ടായത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അവർ ക്ഷത്രിയരാണെങ്കിലും അവർക്ക് ക്ഷത്രിയ പദവിയില്ല, അവർക്ക് ക്ഷത്രിയർ എന്ന് പറഞ്ഞ സ്ഥാനം കൊടുക്കണ്ടായിരുന്നില്ല. ആ വംശത്തിലാണ് കൃഷ്ണൻ ജനിക്കുന്നത്. ഈ യദുവംശത്തിലാണ് വസുദേവരുടെ, ദേവകിയമ്മയുടെ പുത്രനായിട്ട് കൃഷ്ണൻ ജനിക്കുന്നത്. അങ്ങനെ കൃഷ്ണൻ ജനിച്ചു, യദുവംശത്തിൽ ജനിച്ചു. ഒരു ക്ഷത്രിയൻ എന്നുള്ള സ്ഥാനം ഇല്ല ഭഗവാന്. അതുകൊണ്ടാണ് രുക്മിണിയുടെ കല്യാണത്തിന് ഭഗവാനെ ക്ഷണിക്കണില്ല. കാരണം ഒരാളും യദുവംശക്കാർക്ക് ക്ഷത്രിയനാണ്, അവർ ക്ഷത്രിയരാണെങ്കിലും അവർക്ക് ക്ഷത്രിയർ എന്നുള്ള സ്ഥാനം കൊടുക്കില്ല, അവരെ ഭ്രഷ്ടരാക്കിയിരിക്കുകയാണ്. അപ്പോ ആ വംശത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവിടെ ജനിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് എത്ര വംശത്തിൽ ജനിക്കായിരുന്നു. അപ്പൊ യദുവിന്റെ വംശത്തിൽ ജനിച്ച് ആ വംശത്തെ ഉദ്ധരിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. അങ്ങനെ നമ്മുടെ നമ്മുടെ രാജസൂയ യജ്ഞം നടത്തുമ്പോൾ യുധിഷ്ഠിരൻ ഒരു ക്ഷത്രിയ രാജാവിന് മാത്രമേ അതില് ഇത് സ്വീകരിക്കണം. എന്താണ് അതിന് പറയുന്ന, എന്താ പറയാ, ഒരു പൂജയുണ്ട്, അഗ്രിപൂജ എന്നാണ് അതിന് പറയുന്നത്. ആ അഗ്രിപൂജ സ്വീകരിക്കാനുള്ള അവകാശം ക്ഷത്രിയർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് സ്വീകരിക്കാനായിട്ട് യുധിഷ്ഠിരൻ ക്ഷണിക്കുന്നത് കൃഷ്ണനെയാണ്. അപ്പൊ കൃഷ്ണനെ അത് സ്വീകരിക്കുമ്പോൾ ശിശുപാലനും ബാക്കിയുള്ളവർക്കും അത് ഇഷ്ടാവില്ല. കാരണം ക്ഷത്രിയനല്ലല്ലോ കൃഷ്ണൻ, ക്ഷത്രിയനാണ്, പക്ഷെ ക്ഷത്രിയനായിട്ട് അംഗീകരിക്കണില്ല. അപ്പോഴാണ് ശിശുപാലൻ ഭഗവാൻ ഇങ്ങനെ മോശം പറയുമ്പോ 101ാമത്തെ തെറ്റ്, 101ാമത് ഭഗവാൻ അധിക്ഷേപിക്കുമ്പോ ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് ബധിച്ചു കഴിഞ്ഞതിന് ശേഷം യുധിഷ്ഠിരൻ അദ്ദേഹത്തെ അഗ്രപൂജ കൂടെ ചെയ്ത് അവരോധിക്കുകയും കൂടി ചെയ്യും. രാജസൂയത്തിലെ പ്രധാന ആളായിട്ട് അവരോധിക്കുമ്പോ ആ ക്ഷത്രിയൻ എന്നുള്ള സ്ഥാനം അവിടെ ഭഗവാൻ തിരിച്ചെടുക്കുകയാണ്. യദുവംശത്തിന്റെ ക്ഷത്രിയ സ്ഥാനം അവിടെ ഭഗവാൻ അത് റീഇൻസ്റ്റേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോ യദുവംശം ക്ഷത്രിയ വംശമാണ് എന്ന് അവിടെ സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കുന്തിദേവി പറയുന്നത്. ജനനമില്ലാത്ത അങ്ങ് പ്രിയനായ യദുവിന്റെ കുലത്തിൽ മലയപർവ്വതത്തിൽ ചന്ദനമരമെന്ന പോലെ ജനിച്ചത് ആ കുലത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്തിനാണ് ജനിച്ചതെന്ന്. അപരേ വസ്തു ദേവസ്യ ദേവക്യാ യാചിതോ അഭ്യഗാത് അജസ്ത്വമസ്യ ക്ഷേമായ വധായ ച സുരദിഷ. ജനനമില്ലാത്ത അങ്ങ് ലോകക്ഷേമത്തിനും ദേവശത്രുക്കളുടെ നാശത്തിനുമായി വസുദേവ പത്നിയായ ദേവകിയിൽ അവരുടെ പൂർവ്വജന്മ സുഹൃത ഫലമായിട്ട്, ചുമ്മാതെയൊന്നും അല്ല ഭഗവാൻ ദേവകിക്ക് മകനായിട്ട് അവതരിച്ച. കഴിഞ്ഞ 3 ജന്മങ്ങളായിട്ട് ഭഗവാന് മകനായിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് എത്ര ജന്മങ്ങളില് ദേവകി തപസ്സനുഷ്ഠിച്ചു. അതുകൊണ്ടാണ് ഭഗവാൻ പുത്രനായിട്ട് ജനിച്ചത്. ചുമ്മാതെയൊന്നും ഭഗവാനെ മകനായിട്ട് കിട്ടില്ല. അപ്പൊ അങ്ങനെ ജനനമില്ലാത്തവൻ ആയിട്ടുള്ള ഭഗവാൻ എന്തിനാണ് മനുഷ്യാവതാരം എടുത്തത് എന്നുള്ളത് വീണ്ടും കുന്തിദേവി പറഞ്ഞു തരികയാണ് നമുക്ക്. ഭാരാവതരണായാന്യേ ഭുവോനാവ ഇവോ ദധൗ സീതന്ത്യ ഭൂരിഭാരേണ ജാതോ ഹ്യാത്മ ഭുവാർദ്ധിത. മറ്റു ചിലരുടെ അഭിപ്രായം, ഇനി വേറെ ചിലർ പറയണത് അപ്പൊ ഭക്തന് വേണ്ടിയിട്ടാണ്, ഭക്തരുടെ ആഗ്രഹം സാധിപ്പിക്കാനാണ് ഗോപികമാര് വർഷങ്ങളായിട്ട് ദേവസ്ത്രീകള് പല മത്സ്യകന്യകമാര് മത്സ്യാവതാരം എടുത്തപ്പോ മത്സ്യകന്യകമാർക്ക് ഭഗവാനെ കിട്ടണമെന്ന് തോന്നി. പൃഥുവായിട്ട് അവതരിച്ചപ്പോ പൃഥുവിന്റെ രാജ്യത്തിലുള്ള രാജകുമാരിമാർക്ക് കൃഷ്ണനെ കിട്ടണമെന്ന് തോന്നി. ശ്രീരാമാവതാരം എടുത്തപ്പോ ശൂർപ്പണക അടക്കമുള്ള രാക്ഷസ സ്ത്രീകള്, കോസല രാജ്യത്തെ സ്ത്രീകള്, മധുരയിലെ എന്താ പറയാ എന്തായിരുന്നു മിഥിലാപുരിയിലെ സ്ത്രീകൾ, അവർക്കൊക്കെ കൃഷ്ണനെ കിട്ടണമെന്ന് തോന്നി. അപ്പോഴാണ് കൃഷ്ണാവതാരം എടുത്ത് തന്റെ ഭക്തരുടെ എല്ലാവരുടെ ആഗ്രഹം അങ്ങോട്ട് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ കൃഷ്ണാവതാരം എടുത്തതെന്ന് ഒരു പക്ഷം. ഇനി മറുപക്ഷം പറയുന്നത് എന്തിനാണ്, ഭൂമിഭാരം തീർക്കാൻ 21 പ്രാവശ്യം ക്ഷത്രിയരെ ഭൂമി വലം വെച്ച് പരശുരാമൻ വധിച്ചു. ശ്രീരാമനെ ദർശിച്ച മാത്രയില് നമ്മുടെ പരശുരാമന്റെ വൈഷ്ണവ ശക്തി പോയി. ആവേശ അവതാരത്തിന് അത്രേ ആയുസുള്ളൂ. ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ആവേശ അവതാരം, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പൊ ആവേശ അവതാരമായിട്ടുള്ള പരശുരാമൻ ഭഗവാന്റെ പൂർണ്ണാവതാരം
പരിപൂർണ അവതാരാണ് ശ്രീകൃഷ്ണൻ, പൂർണ്ണാവതാരാണ് ശ്രീരാമൻ. കാരണം ശ്രീരാമന് 14 കലകളേ ഉള്ളൂ, കൃഷ്ണന് 16 കലകളുണ്ട്. അപ്പൊ 2 കലകൾ മിസ്സിംഗ് ആയതുകൊണ്ടാണ് പൂർണ്ണാവതാരമേ ആവണുള്ളൂ ശ്രീരാമൻ. അപ്പൊ ശ്രീരാമനെ കണ്ട മാത്രയില് മറ്റേ ആളുടെ വൈഷ്ണവ ശക്തി പോയി, പരശുരാമന്റെ. അത് കഴിഞ്ഞ് ശ്രീരാമൻ വന്നിട്ട് കുറെ രാക്ഷസന്മാരെ നിഗ്രഹിച്ചു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ദ്വാപരയുഗത്തില് ഇവരുടെയൊക്കെ വംശജർ പിന്നെയും തലപൊക്കി, അധർമ്മികൾ വീണ്ടും വീണ്ടും തലപൊക്കി. അപ്പോ ഭഗവാന് വീണ്ടും അവതരിക്കേണ്ടി വന്നു കൃഷ്ണനായിട്ട്. എന്നിട്ട് ഇവരുടെയൊക്കെ വംശജരെ കൂട്ടത്തോടെ നിഗ്രഹിച്ച് ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ബ്രഹ്മാവിന്റെ പ്രാർത്ഥനയില് ഭൂമിദേവി വന്ന് പശുവായിട്ട് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ വീണ്ടും ഭൂമിയിലേക്ക് ദ്വാപരയുഗത്തിൽ കൃഷ്ണനായിട്ട് അവതരിക്കാനായിട്ടുള്ള ഹേതുവായതെന്ന് വേറൊരു പക്ഷക്കാര് പറയുന്നുണ്ട്. ഭാവേസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യ കാമ കർമ്മഭിർ ശ്രവണ സ്മരണാർഹാണി കരിഷ്യന്നിധി കേജന. ഇനി വേറെ ചിലർ പറയണ എന്താണെന്നറിയോ? അജ്ഞാനം, അതിൽ നിന്നുണ്ടാവണ കാമം, അതുമൂലം ഇങ്ങനെ കർമ്മങ്ങളിൽപ്പെട്ട്, പ്രാരാബ്ധ കർമ്മങ്ങളിൽപ്പെട്ട് ജനിക്കുക മരിക്കുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവാത്മാക്കൾക്ക് ഇതിൽ നിന്നൊരു മോചനം കൊടുക്കാൻ, മുക്തി കൊടുക്കാനായിട്ട് അവർക്ക് ശ്രവണത്തിനും അവർക്ക് സ്മരണത്തിനും യോഗ്യമായിട്ടുള്ള ദിവ്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ നിന്റെ ജനനം. നമ്മുടെ കംസന്റെ മല്ലന്മാരോട് എതിരിടാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ അങ്ങോട്ട് മധുരാപുരിയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചിട്ട് ദ്വന്ദ്വയുദ്ധം നടക്കുന്ന വേദിയിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുമ്പോ പല ആളുകൾക്കും ഭഗവാനോട് പല ഭാവമാണ് തോന്നണത്. മധുരാപുരിയിലെ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഭഗവാന് രക്ഷകനായിട്ടാണ് തോന്നണത്. ഗോപകന്മാരുണ്ടായിരുന്നല്ലോ, ഭഗവാന്റെ കൂടെ വന്ന ഗോപകന്മാർക്ക് ഭഗവാൻ സഖ്യനാണ്, അത് സഖാവാണ്. കൃഷ്ണ പോയി കൊന്നിട്ട് വാ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭഗവാൻ തന്റെ കൂട്ടുകാരനെ പോലെയാണ് തോന്നുന്നത്. മധുരാപുരിയിലെ സുന്ദരികളായ സ്ത്രീകൾക്ക് ഭഗവാനോട് കാമാണ്, പ്രേമാണ് തോന്നുന്നത്. ഒരേ ആളാണ് നടന്നു വരുന്നത്, ഒരേ ആളോട് വ്യത്യസ്ത ഭാവങ്ങൾ. ഋഷിയോഗ്യന്മാർക്ക് ശാന്തഭക്തിയാണ് ഭഗവാനോട് തോന്നുന്നത്. അതായത് അവർക്കറിയാം ഭഗവാൻ അവതാര സ്വരൂപനാണ്, ഇപ്പൊ ഇവരെല്ലാം നിഗ്രഹിക്കും ഭഗവാൻ. അപ്പൊ അവർ ശാന്തഭക്തിയോടുകൂടി ആദരവോടുകൂടിയാണ് ഭഗവാനെ കാണുന്നത്. ഇനി കംസാദികളൊക്കെ വിദ്വേഷ ഭക്തിയാണ് ജനിക്കുന്നത്. അതായത് അവർക്ക് കൃഷ്ണനോട് വെറുപ്പ്, വിദ്വേഷം, അസൂയ അങ്ങനെയുള്ള ഭാവമാണ് കൃഷ്ണനെ കാണുമ്പോ അവർക്ക് ഉണ്ടാവണം. അതേസമയം അമ്മമാർക്ക്, ദേവകിക്ക്, വസുദേവർക്ക് വാത്സല്യ ഭാവമാണ്. കൃഷ്ണനെ കാണുമ്പോ അമ്മയോടുള്ള, കുട്ടിയോടുള്ള വാത്സല്യാണ് തോന്നുന്നത്. അങ്ങനെ ഒരേ ഒരാളോടാണ് ഇത്രയും വികാരങ്ങള്, പല വികാരങ്ങളാണ് ഒരേ ഒരാളോട്. ഇത് ഒരു അവതാരത്തിലും തോന്നാത്ത ഭാവമാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ ഭഗവാനാണെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ദേവൻ ഇല്ല. നമുക്ക് 33 കോടി ദേവി ദേവന്മാരുണ്ട്. ഇവരെ ആരെയും നിങ്ങൾക്ക് ഇത്രയും അധികം ഭാവങ്ങളിൽ ആരാധിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അത് ഭഗവാനെ മാത്രമേ ഇങ്ങനെ പല ഭാവങ്ങളില് ആരാധിച്ച് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഭഗവാനെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. മകനായിട്ട്, അച്ഛനായിട്ട്, ജ്യേഷ്ഠനായിട്ട്, പുത്രനായിട്ട്, കാമുകനായിട്ട്, ഭർത്താവായിട്ട്, ഏത് ഭാവത്തിൽ വേണം ഭഗവാൻ ആ ഭാവത്തിൽ ഉണ്ടാവും നിങ്ങളുടെ മുന്നിൽ. ഇത് ഒരു ദേവി ദേവന്മാർക്കും ഇത്രയും അധികം ഭാവങ്ങളില് നമ്മളോട് ചേർന്ന് നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കൃഷ്ണനാണ് ഭഗവാൻ, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു. അതിന്റെ കാരണം ഇതാണ്. അപ്പൊ ഇവിടെ കുന്തി ദേവി അത് തന്നെയാ പറയണത്. അതായത് അങ്ങനെയുള്ള ഭഗവാനെ, അതായത് ഇങ്ങനെ എല്ലാ രീതിയിലും, ശ്രവണത്തിലും സ്മരണത്തിലും ഒക്കെ ഏത് രീതിയിൽ ഭഗവാനെ കാണണം, ഏത് രീതിയിൽ ഭഗവാന്റെ കഥകൾ, എങ്ങനത്തെ കഥകളാണോ ഇഷ്ടമുള്ളത് ആ രീതിയിലൊക്കെ ഉള്ള കഥകൾ ഭഗവാനുണ്ട്. നിങ്ങൾക്ക് കൃഷ്ണന്റെ കുട്ടി കഥകളാണ്, കുഞ്ഞുമായിട്ടുള്ള കൃഷ്ണന്റെ കഥകളാണ് വേണ്ടെങ്കിൽ അങ്ങനെ. കൃഷ്ണനെ ഒരു അച്ഛനായിട്ടുള്ള കൃഷ്ണന്റെ വലിയ കഥകളുണ്ട്. അതായത് കൃഷ്ണൻ ദ്വാരകയിലുള്ള ലീലകളുണ്ട്. ഇനി അതാണോ നിങ്ങൾക്ക് ഇഷ്ടം? അങ്ങനെ ഉണ്ട്. കൃഷ്ണനെ കാമുക ഭാവത്തിലുള്ള കഥകളാണോ? അതുണ്ട്. ഏത് കേട്ടാലും ഭക്തി ജനിക്കും എന്നുള്ളത് 101% ഉറപ്പാണ്. അപ്പൊ ഭഗവാന്റെ ഏത് കഥ കേട്ടാലും നമുക്ക് ഭക്തി ജനിക്കും. അങ്ങനെ നമുക്ക് മോക്ഷം ലഭിക്കും ഭഗവാന്റെ കഥകൾ. അപ്പൊ ഇതാണ് ഭഗവാന്റെ പ്രത്യേകത. ഏത് ഭാവത്തിൽ നിങ്ങൾക്ക് ഭഗവാനെ ആരാധിക്കാം. ശൃണ്വന്തി ഗായന്തി ഗൃണന്തി ഭീക്ഷ്ണൈശ സ്മരന്തി നന്ദന്തി തവേഹിതം ജനഃ ഏവ പശ്യന്ത ചിരേണ താവകം ഭവ പ്രവാഹോ പരമം പദാംബുജം. അപ്പോഴങ്ങയുടെ ചരിതം കേൾക്കുകയും, അതാണ് ഇനി അടിവരയിട്ട് പറയേണ്ടത്. അതായത് ഈ പറയുന്ന എന്നെക്കാളും സുകൃതി കേൾക്കണവർക്കാണ്. കൃഷ്ണ കഥകൾ കേൾക്കുകയോ ആ കഥകളെ ഗാനരൂപത്തിലാക്കി പാടുകയോ കഥ പറഞ്ഞു കൊടുക്കുകയോ കഥ അനവരതം ഓർത്തുകൊണ്ട് ആനന്ദിച്ച് ജീവിക്കുകയോ ചെയ്യുന്ന ജനങ്ങൾക്ക് അചിരേണ
ഭഗവാന്റെ പാദം, അതിനൊരു സംശയം ഇല്ല എന്നാ പറയണത്. ഇങ്ങനെ ചെയ്യുന്നവര് ഭഗവാനിൽ എത്തിച്ചേർന്നിരിക്കുന്നുള്ളതിന് ഒരു സംശയമില്ല. അവിടത്തെയാലോ അതായത് ഇത് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാന്റെ കഥ കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് വരിക, ഭഗവാനെ കുറിച്ച് പാടാനുള്ള ഇൻട്രസ്റ്റ് വരിക. ഇപ്പൊ കഥ എഴുതാൻ കഴിവുള്ളവനാണെങ്കിൽ ഭഗവാനെ കുറിച്ച് എഴുതുക, പാട്ട് പാടാൻ കഴിവുള്ളവൻ ഭഗവാനെ കുറിച്ച് പാടുക, നൃത്തം ചെയ്യാൻ കഴിയുള്ള ആള് ഭഗവാന്റെ നൃത്തങ്ങൾ അഷ്ടപതിയൊക്കെ അങ്ങോട്ട് നൃത്തമായിട്ട് അങ്ങോട്ട് ചെയ്തു നോക്കൂ. അങ്ങനെ ഭഗവാൻ തന്റെ കഴിവുകളെല്ലാം ഭഗവാന് വേണ്ടി വിനിയോഗിക്കുക. ഭഗവാന്റെ ഭക്തരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അധികാരം, പണം, നിങ്ങളുടെ പദവി ഒക്കെ സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾ തീർച്ചയായിട്ടും ഭഗവാന്റെ പാദങ്ങളിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അപ്പൊ അടുത്തത് ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞ ഇനി 20ാമത്തെ ശ്ലോകം. അപ്യത നസ്ത്വം സ്വകൃതേ ഹിത പ്രഭോ ജിഹാസസി സ്വൽ സുഹൃദോനു ജീവിനഃ ഏഷാന്ന ചാന്യത് ഭവത പദാംബുജാത് പരായണം രാജസു യോജിതാം ഹസാം. സ്വജനങ്ങൾക്ക് ഹിതം ചെയ്യുന്ന പ്രഭോ, അങ്ങയെ ആശ്രയിച്ച് ജീവിക്കുന്ന സുഹൃത്തായി ഞങ്ങളെ ഉപേക്ഷിക്കുകയാണോ? യുദ്ധത്തിൽ അനവധി രാജാക്കന്മാർക്ക് ദുഃഖമുണ്ടാക്കി അവരുടെ ശത്രുത നേടിയ ഞങ്ങൾക്ക് അങ്ങയുടെ പാദങ്ങളല്ലാതെ വേറെ ആശ്രയമില്ല. അതായത് പറയാണ്, ഇപ്പൊ ഭഗവാൻ പോവാണ്, ദ്വാരകയിലേക്ക് പോവാണ്, ഇനി ഞങ്ങൾ ഉപേക്ഷിച്ച് പോവാണോ? ഭഗവാനെ, ഞങ്ങൾക്ക് പദവി കിട്ടി, ഞങ്ങൾക്ക് അധികാരം കിട്ടി, എന്തുണ്ടായിട്ട് എന്ത് കാര്യമുണ്ട്? ഭഗവാൻ ഇല്ലെങ്കിൽ, ഭഗവാൻ പോയാ പിന്നെ ഈ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ പ്രശസ്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടോ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അപ്പൊ ഭഗവാനാണ് നമ്മുടെ കൂടെ എപ്പോഴും വേണ്ടത്. കേവയം നാമരൂപാഭ്യം യദുഭിർ സഹ പാണ്ഡവ ഭവതോ ദർശനം യർഹി ഹൃഷീകാണാമി വേശിതുഹു. അങ്ങയുടെ സാന്നിധ്യമില്ലെങ്കിൽ യാദവരോടുകൂടിയ ഈ ഞങ്ങൾ പാണ്ഡവർ ജീവൻ വെടിഞ്ഞ ഇന്ദ്രിയങ്ങളെ പോലെ വെറും നാമരൂപങ്ങൾ മാത്രമാണ്. അതായത് നമ്മുടെ ശരീരമുണ്ട്, അതിൽ ആത്മാവില്ലെങ്കിൽ ശരീരം കൊണ്ട് എന്ത് കാര്യമുള്ളത്? ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്ത് കാര്യമുള്ളത്? അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ആത്മചൈതന്യമായിട്ട് ഭഗവാൻ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റണത്, എനിക്ക് ജീവൻ ഉണ്ട് എന്നുള്ള ബോധമുള്ളത് ഭഗവാൻ ഇതിനുള്ളിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഭഗവാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യമാണുള്ളത്? അപ്പോ നമ്മളൊക്കെ ജീവിക്കുന്നതിന്റെ അടിസ്ഥാനം, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അടിസ്ഥാനം, നമുക്ക് സുഖം കിട്ടണമെങ്കിൽ, നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഒക്കെ അടിസ്ഥാനം നമ്മുടെ കൂടെ ഭഗവാൻ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഭഗവാൻ നീ ഇങ്ങനെ ഞങ്ങളെ വിട്ട് പോയി കഴിഞ്ഞാല് ഞങ്ങൾക്ക് എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണല്ലോ കൃഷ്ണ. ഇമേ ജനപഥ നേയം ശോഭിഷ്യതേ തത്ര യഥേദാനീം ഗദാധര ത്വൽപദൈരംഗിതാ ഭാതി സ്വലക്ഷണ വിലക്ഷിത. ഹേ കൃഷ്ണ, ഇപ്പോൾ വജ്രം, അങ്കുശം തുടങ്ങിയ അടയാളങ്ങളുടെ അങ്ങയുടെ പാദസ്പർശത്താൽ ശോഭിക്കുന്ന ഈ ഭൂപ്രദേശം അങ്ങ് ഇവിടം വിട്ടു പോയാൽ പിന്നെ ശോഭിക്കില്ല. അപ്പൊ ഭഗവാൻ എവിടെയാണോ ഇരിക്കണത് അവിടെ മാത്രമേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ, അവിടെ മാത്രമേ ലക്ഷ്മി ഉണ്ടാവുള്ളൂ, അവിടെ മാത്രമേ ധനം സ്ഥിരമായിട്ട് നിൽക്കുകയുള്ളൂ, അവിടെ മാത്രമേ ദുഃഖം ഇല്ലാണ്ടിരിക്കുകയുള്ളൂ, അവിടെ ആർക്കും അപകടം ഉണ്ടാവില്ല, അവിടെ ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവും. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ശക്തി ഉണ്ടാവും, ദേവി ഉണ്ടാവും. അപ്പോ ദേവി ഉണ്ടെങ്കിൽ അവിടെ മായ ഉണ്ടാവില്ല, മായ ബാധിക്കില്ല, നമുക്ക് ദുഷ്കീർത്തി, നമുക്ക് ശത്രുക്കളിൽ നിന്നുള്ള ദോഷങ്ങള്, അങ്ങനെയുള്ള ഒന്നും ഭഗവാൻ ഇരിക്കുന്നിടത്ത് ഒന്നും ഉണ്ടാവില്ല. ഭഗവാൻ ഒരു പോറ പോലെ ഏൽക്കാതെ പാണ്ഡവരെ രക്ഷിച്ചില്ലേ, അതുപോലെ ഭഗവാൻ നമ്മളെ എല്ലാ ആപത്തുനിന്ന് രക്ഷിക്കും. അപ്പോ പറയാണ്, ഇമേ ജനപഥാസ്പൃദ്ധ സുപകൗഷധി വീരുദ വനാദ്രി നദ്യുത നന്ദോ ഹേദന്തേ തവ വീക്ഷിതൈഹി. അതായത് നമുക്കുള്ള എല്ലാ സമൃദ്ധി, അതായത് ഇവിടെ പറയാണ് ഒരു രാജ്യത്ത് എന്തൊക്കെ സമ്പൽ സമൃദ്ധിയാണ് ഉണ്ടാവുക? നല്ല ഔഷധ ചെടികള്, വളരുന്ന കാടുകള്, മലകള്, വെള്ളം, ജലാശയങ്ങള്, നല്ല സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഗ്രാമങ്ങള്, ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാവണത്? ഭഗവാന്റെ കടാക്ഷം ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഭഗവാനില്ല, ഈശ്വരനില്ല എന്ന് പ്രചരിപ്പിക്കുന്ന നാട്ടില് ഇതൊന്നും ഉണ്ടാവില്ല. അവിടെ എപ്പോഴും പ്രളയവും ദുരിതവും ദുഃഖവും അപകടവും നമ്മൾ കേൾക്കാത്ത കാര്യങ്ങൾ വരെ അവിടെ സംഭവിക്കും. അപകടങ്ങള്, മരണങ്ങള്, ദുഃഖങ്ങൾ, ഇതൊക്കെ ഉണ്ടാവണതിന് കാരണം ഈശ്വരൻ ഇല്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ വസിക്കുന്ന സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ട്, ഈശ്വരനാണ് എല്ലാം, ഈശ്വരൻ ഉണ്ടെങ്കിലേ എല്ലാം ഉണ്ടാവുള്ളൂ, ഈശ്വരൻ സർവ്വസമർപ്പിതരാണ് ഞങ്ങളെന്ന് വിശ്വസിക്കുന്ന അങ്ങനെയുള്ളവരുടെ നാട്ടില് എല്ലാ അഭിവൃദ്ധികളും ഉണ്ടാവും, അവിടെ എല്ലാം ഉണ്ടാവുള്ളൂ. അധ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തെ സ്വകേഷുമേ സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. പിന്നെ പറയണ എന്താന്നറിയോ? പിന്നെ പറയുന്നത് കുന്തിദേവി പറയുന്നുണ്ട്,
എന്റെ മക്കളാണ്, എന്റെ കുട്ടികളെ രക്ഷിക്കണേ കൃഷ്ണ, എന്റെ മക്കളെ രക്ഷിക്കണേ കൃഷ്ണ, എന്റെ പുത്രവധുവിനെ എന്റെ എന്നുള്ള ഭാവം കളയണം എന്നാ പറയണത് കുന്തിദേവി. ഭഗവാനെ എന്റെ എന്നുള്ള ഭാവം കളയണേ ഇനി. എന്റെ എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല, അത് ഞാൻ മനസ്സിലാക്കണു. എന്റെ എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. ലോകനാഥനും ലോകത്തിന്റെ ആത്മാവും ലോകസ്വരൂപനുമായ എന്റെ ഭഗവാനെ കൃഷ്ണ, എനിക്കെന്റെ മക്കളില് പാണ്ഡവരിലും ഈ കുലത്തിലൊന്നും എനിക്കൊരു അറ്റാച്ച്മെന്റ് തോന്നരുത്. എന്റെ എന്നുള്ള ഭാവം ദയവേത് ഇല്ലാതാക്കി തരണേ ഭഗവാനെ. ത്വയിമേനന്യ വിഷയാമതിർ മധുപതേ സകൃത് രതി മുദ്വഹതാ ദന്ധാ ഗംഗേ വഹൗ മുദൗന്വതി. ഇനി രതി തോന്നിപ്പിക്കണം എനിക്ക്. ഭഗവാനോട് ഭീഷ്മാചാര്യർക്ക് വരെ രതി ഉണ്ടായിരുന്നു. ഇവിടെ രതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാനോടുള്ള പ്രേമം, ഭഗവാനോടുള്ള ആ സ്നേഹമാണ് ആ രതി തോന്നിക്കണേ. അല്ലയോ മധുപതേ, എന്റെ രതി അനന്യ വിഷയങ്ങളിൽ ആവരുത് എന്റെ രതി. പ്രേമാത്മികമാരായിട്ടുള്ള ഗോപികമാരെ പോലെ നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഭീഷ്മ പിതാവ് പോലും കാക്ഷിക്കുന്ന ആ രതി എന്ത് രതിയാണ്? നിരുപാധികമായിട്ടുള്ള കൃഷ്ണപ്രേമം. ആ രതി എനിക്ക് തോന്നിപ്പിക്കണേ കൃഷ്ണ. അങ്ങനെ ഞാൻ ഒഴുകട്ടെ, ഗംഗ പോലെ ഒഴുകി അങ്ങാകുന്ന സമുദ്രത്തില് ഞാൻ ചേരട്ടെ. അപ്പൊ എനിക്ക് നീ എന്ന ഭേദഭാവങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് എന്റെ നിന്റെ എന്നുള്ള ഭേദഭാവം ഉണ്ടാവില്ല. അപ്പോ എല്ലാത്തിനെയും സമവൃഷ്ടിയോടുകൂടി കാണാം. അപ്പൊ അതാണ് സമവൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്തുതി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫലം ഇതാണ്. എല്ലാത്തിനും ഒരുപോലെ കാണാനുള്ള ആ മനസ്സ് നമുക്ക് കിട്ടും എന്നാണ് ഇവിടെ. അങ്ങനെയുള്ള മനസ്സ് തരണേ കൃഷ്ണ എന്നാണ് ഇപ്പൊ കുന്തിദേവി പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന തന്നെയല്ലേ ഈ സ്തുതി ചൊല്ലുമ്പോ നമ്മളും പ്രാർത്ഥിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ്, അങ്ങയിൽ എനിക്ക് പ്രേമഭക്തി ജനിക്കണേ, ആ പ്രേമം എനിക്ക് എപ്പോഴും ഉണ്ടാവണം, ആ രതി എനിക്ക് തോന്നണേ ഭഗവാനോട്. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ, അവസാനത്തെ ശ്ലോകാണ്. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണി ഋഷഭാവ നിദ്രു രാജന്യവംശ ദഹനാന പവർഗ വീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാർത്തി ഹരാവതാര യോഗേശ്വര അഖില ഗുരോ ഭഗവാൻ നമസ്തേ. യോഗേശ്വര അഖില ഗുരോ ഭഗവാൻ നമസ്തേ എന്ന് പറഞ്ഞിട്ടാണ് കുന്തിദേവി അവസാനിപ്പിക്കുന്നത്. യോഗേശ്വര പരമഗുരോ ഭഗവൻ നമസ്തേ. ഹേ കൃഷ്ണ, ഹേ അർജുന സഖേ, വൃഷ്ണി നായക, ദുഷ്ട രാജാക്കന്മാരെ ദഹിപ്പിക്കുന്ന അഗ്നിസ്വരൂപ, അനന്തശക്തി സ്വരൂപ ഗോവിന്ദ, ബലഹീനരെയും സജ്ജനങ്ങളെയും രക്ഷിക്കാനായിട്ട് എന്തിനാ ഭഗവാൻ അവതരിക്കുന്നത്? ബലഹീനന്മാരെയും സജ്ജനങ്ങളെ രക്ഷിക്കാനായിട്ട് അവതരിക്കുന്ന ദേവ, യോഗിമാർക്കും ഈശ്വര, അതാണ് യോഗേശ്വര. സർവഗുരോ അഖില ഗുരോ ഭഗവൻ 6 ഭാഗങ്ങളും തികഞ്ഞവൻ ഭഗവൻ, അങ്ങേക്കെന്റെ നമസ്കാരം എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ അങ്ങനെ കുന്തി സ്തുതിക്കുകയാണ്. കുന്തി ശ്രീകൃഷ്ണ എല്ലാവരെയും ഒരേ മട്ടിൽ വീക്ഷിക്കുന്ന ദ്വിജന്മാരെയും ഗോക്കളെയും ദേവന്മാരെയും ഒരേ മട്ടിൽ വീക്ഷിക്കുന്ന, അവരുടെ സങ്കടങ്ങൾ തീർത്തു കൊടുക്കുന്ന, അങ്ങനെ ഒരാളോടും പാർഷ്യാലിറ്റി ഇല്ലാതെ എല്ലാവരും ഒരേപോലെ കാണുന്ന എന്റെ ഭഗവാനെ ഗോവിന്ദ യോഗേശ്വര അഖില ഗുരു, എല്ലാവർക്കും ഗുരുവായി വർത്തിക്കണം. അപ്പോ നമുക്ക് ഗുരു ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ട. ഭഗവാൻ പരമഗുരുവായിട്ട് ഹൃദയത്തിലുണ്ട്. അങ്ങോട്ട് ആത്മസമർപ്പണം ചെയ്താൽ മതി. എന്റെ മനസ്സും ബുദ്ധിയും ഞാൻ ഭഗവാനെ സമർപ്പിക്കുകയാണ്. എനിക്ക് വേറെ ഗുരുവൊന്നുമില്ല. എനിക്ക് മന്ത്രം അറിയില്ല, എനിക്ക് തന്ത്രം അറിയില്ല, എനിക്ക് വേദം അറിയില്ല, എനിക്ക് ഒന്നും അറിയില്ല. എനിക്ക് ഭഗവാനെ മാത്രമേ അറിയുള്ളൂ. എനിക്ക് ഭഗവാനോട് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കൈവടിയല്ലേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അങ്ങ് സാഷ്ടാംഗം പ്രണമിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഭഗവത്ഗീത ചൊല്ലാൻ അറിയില്ല, നിങ്ങൾക്ക് സംസ്കൃതം അറിയില്ല, ഈ ശ്ലോകങ്ങൾ പോലും സ്വസ്തിക എനിക്ക് ചൊല്ലാൻ അറിയില്ല, സാരില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ നമസ്കരിച്ച് യോഗേശ്വര അഖില ഗുരു ഭഗവാൻ നമസ്തേ എന്ന് പറഞ്ഞു ഭഗവാനെ അങ്ങോട്ട് ഗുരുവായി സ്വീകരിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഭഗവാൻ മാറ്റിത്തരും. അപ്പോ എന്റെ കർമ്മം, എന്റെ യോഗം അവസാനിച്ചു, ഞാൻ പോവാണ്. അപ്പൊ ഈ സ്തുതി എല്ലാവരും വായിക്കുക. ഈ സ്തുതി 26 സ്തുതിയുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടാന്ന് വെച്ചാല് നിങ്ങൾക്ക് കിട്ടണം എന്ന് ആഗ്രഹമുള്ളവർക്ക്, ഇനി എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ചൊല്ലണം എന്ന് ആഗ്രഹമുള്ളവർക്ക് സന്താനങ്ങൾക്ക് ഐശ്വര്യം, പിന്നെ ആയുസ് ഉണ്ടാവും, പിന്നെ സമസൃഷ്ടി സ്നേഹം സ്വന്തം. ഇതുപോലെ 4 സ്തുതികളൂടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. 4 സ്തുതികളും കൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഈ നമ്മുടെ
ദാമോദര മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഈ ഭാഗവതത്തിലെ മാക്സിമം സ്തുതികൾ 32 സ്തുതികളുണ്ട്. ഈ പുസ്തകം വാങ്ങിച്ചോളൂ. ഗംഗാ ബുക്സ് എന്നാണ് ഞാൻ ഈ പുസ്തകം വാങ്ങിച്ചത്. എനിക്ക് ഗംഗാ ബുക്സുകാരെ അയച്ചെന്നാണ്. ശ്രീമദ് ഭാഗവത സ്തുതികൾ, മൂലവും അർത്ഥവും. അർത്ഥം കുറച്ചുകൂടി നമ്മൾ റിസർച്ച് ചെയ്യണം. ഇത് മാത്രം പോരാ, ഞാൻ വേറെ പുസ്തകം കൂടി റിസർച്ച് ചെയ്തിട്ടാണ് അർത്ഥം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്തുതികൾ വായിക്കാൻ ഈ പുസ്തകം ഉപയോഗിക്കാം. 32 സ്തുതികളുണ്ട്, ഭാഗവതത്തിലെ പ്രധാന സ്തുതികൾ. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, അതും കൂടി പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. ഞാൻ ഗർഗഭാഗവതം പറയലുണ്ടല്ലോ, അപ്പൊ അതിലിപ്പോ കുറച്ച് ദിവസമായിട്ട് കുറച്ച് എപ്പിസോഡ്സ് ആയിട്ട് ഞാൻ ഭഗവാനെ കുറെ വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ആ വർണ്ണനകളൊക്കെ എനിക്ക് മനസ്സിൽ ഭഗവാൻ തോന്നിപ്പിച്ചതും അത് പറയാനും ഒക്കെ കാരണം ഈ പുസ്തകമാണ്. ഹരിപ്രിയ എന്ന് പറയുന്ന ഒരു അമ്മ എഴുതിയ പുസ്തകമാണിത്, ഉണ്ണികളുടെ കണ്ണൻ. ഈ പുസ്തകം വായിച്ച് ഞാൻ ഓരോ സന്ദർഭങ്ങൾ, അപ്പൊ എനിക്ക് ഗർഗഭാഗവതം എന്ന് പറയുമ്പോൾ ജസ്റ്റ് കഥകൾ മാത്രമേ ഉള്ളൂ, ഫീൽ ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു, ഭഗവാന്റെ കഥകൾ അങ്ങനെ ഫീൽ ചെയ്ത് പറയണം. ആ സന്ദർഭമായിട്ട് തന്നെ ഭക്തരുടെ ഹൃദയത്തിൽ അങ്ങനെ അങ്ങനെ പതിപ്പിച്ചു കൊടുക്കണം. അത് ഓർക്കുമ്പോ ആ ആളെ പറ്റി ഇപ്പൊ പ്രലംബൻ ഓർത്തു കഴിഞ്ഞാൽ കഥാസന്ദർഭം മൊത്തം അവരുടെ മനസ്സിൽ വരണം. അപ്പൊ അതിനുള്ള ഒരു എന്താ വഴി എന്ന് ആലോചിച്ച് നടക്കുമ്പോഴാണ് ഗംഗാ ബുക്സ് എനിക്ക് കുറെ ബുക്സ് അയച്ചെന്ന കൂട്ടത്തിലാണ് ഈ ഹരിപ്രിയ അമ്മയുടെ ഈ പുസ്തകം ഉണ്ടായിരുന്നത്. ഞാൻ വെറുതെ ഒന്നെടുത്ത് വായിച്ചു നോക്കി, ഭയങ്കരമായിട്ടും കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് അത്ര ഭംഗിയായിട്ടാണ് ആ അമ്മ ഇതിനെ വർണ്ണിച്ചിരിക്കുന്നത്. പിന്നീട് എനിക്ക് തോന്നി ഈ അമ്മയെ പരിചയപ്പെടണം. പിന്നെ നമ്മുടെ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി മാഷ് ഒരു നേരമെങ്കിലും എഴുതിയില്ലേ, ഒരു നേരമെങ്കിലും, ആ പാട്ട് എഴുതിയ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി മാഷാണ് ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയായ സരസ്വതി അമ്മയെ എനിക്ക് അറിയാം. അപ്പൊ അമ്മയെ ഞാൻ വിളിച്ചു ചോദിച്ചു, ഇത് ആരാണ് ഈ ഹരിപ്രിയ, അവരുടെ നമ്പർ കിട്ടുമോ എന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് അവരുടെ നമ്പർ അമ്മ തന്നു. അങ്ങനെ ഞാൻ ഹരിപ്രിയ എന്ന് പറഞ്ഞ അമ്മയെ വിളിച്ചു. അപ്പോഴാണ് അവരെ കുറിച്ച് അറിയാൻ സാധിച്ചത്. അവര് വർഷങ്ങളായിട്ട് ഈ ഭാഗവത സപ്താഹം അങ്ങനെ ചെയ്യണ ഒരു അമ്മയാണ്. ചെറുപ്പത്തിൽ തന്നെ എന്തോ ഹാൻഡിക്യാപ്ഡ് ആണ്. അപ്പോ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. ഭഗവാനെ എല്ലായിട്ടും സ്വീകരിച്ച് നടക്കണ ഒരു ഒരു സാധു സ്ത്രീ. അവരുടെ ഭർത്താവും അവരുടെ സഹോദരനും ഇതുപോലെ ഭാഗവത സപ്താഹ യജ്ഞമൊക്കെ നടത്തി. അങ്ങനെ ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ നടത്തി, മീൻസ് അങ്ങനെ ഭഗവാന്റെ കഥകൾ പറഞ്ഞു പ്രചരിപ്പിച്ച് ജീവിക്കുന്ന ഒരു സാധു സ്ത്രീ. അപ്പോ ഗംഗാ ബുക്സ്, അപ്പൊ ഞാൻ അമ്മേനോട് ചോദിച്ചു, ഈ പുസ്തകം എനിക്ക് എല്ലാ ഗോപികോപന്മാർക്കും കൊടുക്കണം എന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞോട്ടെ ഈ പുസ്തകം. അപ്പൊ അമ്മ പറഞ്ഞു, ശരി പറഞ്ഞോളൂ മോളെ, അത് പറഞ്ഞോളൂ, നല്ല കാര്യമാണെന്ന് മാത്രമേ അമ്മ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഗംഗാ ബുക്സിൽ വിളിച്ചു ചോദിച്ചു. അപ്പൊ ഈ പുസ്തകത്തെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ പുസ്തകം ഇപ്പൊ അച്ചടിക്കണില്ല, ഇത് ആർക്കും വേണ്ട, ഇത് അങ്ങോട്ട് പോണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്ത് കഷ്ടാണ്, എത്ര നല്ല പുസ്തകം. ഇവർക്ക് വലിയ ബാൻഡും വലിയ സംഭവമൊന്നും അല്ല, അവരൊരു സാധു സ്ത്രീയാണ്, ഒരു ഭക്തി ആയതുകൊണ്ട് ഇവരുടെ പുസ്തകത്തിനൊന്നും ആർക്കും വേണ്ട. വലിയ വലിയ അവാർഡൊക്കെ കിട്ടുന്ന പുസ്തകക്കാരുടെ പുസ്തകങ്ങൾ മാത്രം മതി എല്ലാവർക്കും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഭഗവാൻ എന്നോട് തോന്നിച്ച പോലെ തോന്നി, നിങ്ങൾ ഗോപിമാര് തീർച്ചയായിട്ടും ഈ പുസ്തകം വാങ്ങി ആ അമ്മയെ ഒന്ന് സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ആ അമ്മ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ ഇങ്ങനെയൊന്നും. ഭഗവാൻ ഇപ്പൊ കേൾക്കുമ്പോ ചിലപ്പോ എന്നെ ചീത്ത പറയായിരിക്കും, എന്തിനാ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞേന്ന്. പക്ഷെ എനിക്ക് മനസ്സിൽ തോന്നിയതാണ്, ഈ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിച്ച ആ അമ്മ വേറെ ഒരു ഇതില്ലാത്ത, എന്നിട്ട് അവര് പറയാത്രേ, ഗംഗാ ബുക്സാരോട് പറയാണ്, ഇനിയിപ്പോ ആർക്കും ഈ പുസ്തകം വേണ്ടാന്നുണ്ടെങ്കിൽ സാരില്ല, പോട്ടെ, സാരില്ല, ഇനിയിപ്പോ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോഴാണ് എനിക്ക് ഈ പുസ്തകം കയ്യിൽ കിട്ടണത്. അപ്പൊ എനിക്ക് തോന്നി ഈ പുസ്തകത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയിച്ചു കൊടുക്കണം. ഈ ഹരിപ്രിയ അമ്മയുടെ ഈ പുസ്തകം കഴിയണ ഉള്ളവര്, നമ്മുടെ ഗോപിമാർ ഇത് വാങ്ങിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കൂ. അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇത് വായിച്ചാൽ നിങ്ങൾ കരയും. സത്യമായിട്ടും ഇതിലെ ഓരോ വർണ്ണനയും വായിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ ഗർഗഭാഗത്തിൽ പറയുന്ന പല സന്ദർഭങ്ങളും ഈ പുസ്തകത്തിനാൽ. എന്നിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ അമ്മയുടെ കോപ്പി അടിച്ചിട്ടാണ് പറയണ കേട്ടോ, ഞാൻ കോപ്പി അടിച്ചു. അപ്പൊ അമ്മ പറയാണ്, അത് ഭഗവാന്റെ കഥയല്ലേ, അത് ഞാനല്ലല്ലോ, ഭഗവാനല്ലേ അത് എന്നെ കൊണ്ട് മനസ്സിൽ തോന്നിപ്പിച്ച് എഴുതി. അത് മാത്രമല്ല, ഞാനും അല്ല, കൃഷ്ണഗാഥയിൽ നിന്നൊക്കെയുള്ള ചെറുശ്ശേരിയുടെ വർണ്ണനകളാണ് ഞാൻ ഈ പുസ്തകത്തില് ഞാൻ വർണ്ണിച്ചിരിക്കണ എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. അപ്പൊ നോക്കൂ, അപ്പൊ എന്താ അപ്പൊ ഗംഗാ ബുക്സുകാരോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിന്റെ കുറച്ച് കോപ്പീസ് വേണം, എനിക്ക് കുറച്ച് പേർക്ക് ഇത് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഈ പുസ്തകം കുറെ പേരിൽ എത്തുമല്ലോ. അപ്പൊ ഈ പുസ്തകം ഹരിപ്രിയ അമ്മയുടെ നമ്മുടെ ഉണ്ണികളുടെ കണ്ണൻ, എന്ത് രസാന്നറിയോ ഇത് വായിക്കാൻ. നമുക്ക് സത്യമായിട്ട് സങ്കടം വരും. അപ്പോ കാരണം ആ അമ്മ ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ഭഗവാനിലാണേ. അപ്പോ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ അവര് ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമോ, അങ്ങനെ പറയണവരെ എനിക്ക് പറയാനും തോന്നില്ല.
എന്നോട് അങ്ങനെ ഇങ്ങനെ ചെയ്യോ സ്വസ്തിക, എന്റെ കഥയൊന്ന് ഇതിൽ പബ്ലിഷ് ചെയ്യോ, അങ്ങനെ എനിക്ക് തോന്നിക്കണം, എന്റെ ഭഗവാൻ എന്റെ മനസ്സിൽ തോന്നിക്കണം ഇവരെ ചെയ്യണം, ഇത് ചെയ്യേണ്ട ആളാണെന്ന് തോന്നിക്കണതേ ഞാൻ ചെയ്യുള്ളൂ. ഇത് അവരെന്നോട് പറഞ്ഞിട്ടേ ഇല്ല. ചിലപ്പോ എന്നെ ചീത്ത പറയും ഇത് കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ നിങ്ങൾ വായിക്കണം കേട്ടോ, ഇത് നിങ്ങൾ വാങ്ങി വായിക്കണം. നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഈ അമ്മയെ ഒന്ന് വിളിക്കൂ, ഞാൻ നമ്പർ തരാം. 9495372046. ഹരിപ്രിയ. 9495372046. അവരോട് തന്നെ ചോദിച്ചു നോക്കും, അവരുടെ പുസ്തകം തരുന്നു. അപ്പൊ അവർ അന്തം വിട്ടു. കുറെ ആൾക്കാർ വിളിച്ചിട്ടേ പുസ്തകം ചോദിക്കണമെന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷമാവും. പിന്നെ 8606164715. അത് ഗംഗാ ബുക്സിന്റെ നമ്പറാണ്. ഗംഗാ ബുക്സുകാർ മാത്രമാണ് അത് പബ്ലിഷ് ചെയ്യാൻ, ഇപ്പോ അവർ പബ്ലിഷ് ചെയ്യാനുള്ളത് ഗംഗാ ബുക്സിനാണ് കൊടുത്തത്. അപ്പോ നിങ്ങൾക്ക് അമ്മയ്ക്ക് ഒരു പുസ്തകം വാങ്ങിച്ചിട്ട് അമ്മയെ സഹായിക്കാൻ പറ്റുമോ? വേറെ ഒന്നും വേണ്ട, ഒരു പുസ്തകം. ആ പുസ്തകമാണെങ്കിലോ നിധിയാണ്, ഭഗവാന്റെ കഥകളാണ്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഇനി അടുത്ത പ്രാവശ്യം അടുത്ത ഒരു സ്തുതിയുമായിട്ട് വരാം. പുസ്തകത്തിന്റെ പേര് ഒന്നുകൂടി പറയാമോ? പുസ്തകത്തിന്റെ പേര് ഉണ്ണികളുടെ കണ്ണൻ. ഹരിപ്രിയ അമ്മയുടെ ഉണ്ണികളുടെ കണ്ണൻ. അപ്പൊ അത് ഗംഗാ ബുക്സ് നിന്ന് കിട്ടും. അല്ലെങ്കിൽ ഈ അമ്മയെ നേരിട്ട് വിളിച്ചിട്ട് ആ പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ഓർഡർ ചെയ്തോ. എല്ലാവരിലും കഥകൾ എത്തട്ടെ. ഗർഗഭാഗവതവും ഭാഗവതവും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു അവിയൽ പരിവായിട്ട്. പക്ഷെ വായിച്ചാൽ നമുക്ക് കരച്ചിൽ വരും. അത്ര നല്ല പുസ്തകമാണ് ഉണ്ണികളുടെ കണ്ണൻ. അപ്പൊ ഈ പുസ്തകം പണ്ട് നമ്മുടെ ഗുരുവായൂരില് നമ്മുടെ പൂന്താനം മുത്തശ്ശന്റെ വിഗ്രഹം ഇരിക്കണില്ലേ, അത് നാരായണാലയം പബ്ലിഷ് ചെയ്തിരുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തില് എല്ലാ ആഴ്ചയിലും അച്ചടിച്ചു വന്നിരുന്നതാണ് ഈ അമ്മ എഴുതിയ കഥകൾ. പിന്നെ ആ അമ്മ അത് പുസ്തകം ആക്കിയതാണ്. അങ്ങനെയാണ് ഈ പുസ്തകം ഉണ്ടായത്. ഇത് അവര് ഒരു ലേഖന പരമ്പരയായിട്ട് എഴുതിയതാണ്. പിന്നെ അത് പുസ്തകമായതാണ്. എന്ത് രസാന്ന് അറിയോ ഇത് വായിക്കാൻ? നല്ല രസാ. ഇത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടാവും. ഞാനാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് വായിച്ചിട്ട് സ്വസ്തിക എന്തിനാ ഇങ്ങനെയുള്ള പുസ്തകം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പൈസ തിരിച്ചു തരാം. അത് ഞാൻ തരണ ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് അങ്ങനെ പൈസ നഷ്ടമായി എന്നാണെങ്കിൽ ഞാനത് തിരിച്ചു തരും. കാരണം അത്ര നല്ല പുസ്തകമാണത്. അപ്പോ ശരി, അപ്പൊ ഞാൻ പോവാണ്. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ. രാധേ രാധേ.